ആമേൻ. കരമുയർത്തി ശബ്ദമുയർത്തി വീണ്ടും 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെഷനിൽ നമുക്ക് വന്നു ചേരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. വന്ന് ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, വേദിയിലായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ്, സദസ്സിലുമായിരിക്കുന്ന പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ശക്തമായി നമുക്ക് വേണ്ട ദൂതുകൾ നൽകിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ പകൽക്കാലവും നമ്മുടെ മധ്യേ ദൈവത്താൽ അയക്കപ്പെട്ട പാസ്റ്റർ ജെറോം, പാസ്റ്റർ ജോണിക്കുട്ടി എറണാകുളം, ഈ ദൈവദാസന്മാരിൽ കൂടെ ശക്തമായ ദൂതുകൾ നമുക്ക് നൽകി തന്നു. ഇന്ന് രാത്രിയിലും നമ്മൾ വളരെ ആകാംക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് അറിയാം, ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നത്? തൃപ്തിപ്പെടുത്തുന്നത്. ആഗ്രഹത്തോടെ ആയിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ, ഏകാഗ്രമായിട്ടായിരിക്കുന്നുവെങ്കിൽ കർത്താവിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ കാലഘട്ടം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രാണനാഥൻ്റെ വരവിനായി നമ്മൾ ഒരുക്കപ്പെടുക എന്നുള്ളതാകട്ടെ ആത്യന്തികമായി ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്വർഗം അറിയുന്നുണ്ട്. ദൈവവചനം ഇവിടെ വിളമ്പി നമുക്ക് നൽകി തരുമ്പോൾ ആ വചനം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോൾ ആ ദൈവത്തോളം ശക്തിയുള്ള വചനം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ആ ശക്തി നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മെ അലട്ടുന്ന ഏത് വിഷയവും അഴിഞ്ഞു മാറും. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? രോഗശക്തികൾ അഴിഞ്ഞു മാറും. നിന്റെ തലമുറയെ അലട്ടുന്ന ഏത് വെല്ലുവിളികളും ദൈവം അഴിച്ചു കളയും. ഈ ഉപവാസ പ്രാർത്ഥന നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ബഹുമാന്യ പാസ്റ്റർ ജോണിക്കുട്ടി അവരുകൾ ഈ രാത്രികാലം നമ്മോട് ദൈവവചനത്തിൽ സംസാരിക്കും. ആദരപൂർവ്വം സ്നേഹത്തോടെ തൻ്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ദിവസങ്ങളിലൂടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്നു ചേരുവാൻ ദൈവമക്കളോട് ഒരുമിച്ച് പ്രത്യാൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, കർത്താവിനെ സേവിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, ദൈവം ഉപയോഗിക്കുന്ന ദൈവഭൃത്യന്മാരോട് ഒരുമിച്ച് ഇവിടെ ഞങ്ങൾക്കുമായിരിക്കാൻ ദൈവം അവസരം നൽകി. ഇവിടെയുള്ള ദൈവസഭയിൽ ദൈവത്തിൻ്റെ മക്കളോട് ചേർന്നായിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തെയും ഭാഗ്യത്തെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും പ്രാരംഭമായി തന്നെ അവസരം നൽകിയ പാസ്റ്ററോടും സഭയോടും ദൈവദാസന്മാരോടൊക്കെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരട്ടെ. നമുക്ക് ദിവസം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ചില വചനഭാഗങ്ങൾ നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ചിന്തിക്കുവാൻ സമയമെടുക്കാം. നമുക്ക് ദിവസം പ്രാർത്ഥനയോടെ ആയിരിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. മതി, ഒരു വാക്കുള്ള ദിവസത്തിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ദാസന്മാർക്കായി, കുടുംബങ്ങൾക്കായി, മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ജനത്തോട് തൻ്റെ മക്കളോട് ഒരുമിച്ച് ദൈവത്തിനായിരിക്കാൻ ഇതിനാ നന്ദി. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണമേ. എന്ത് ഇന്ന് രാത്രിയിലൂടെ ആവശ്യമുണ്ടോ അതുമാത്രം അങ്ങയുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കേണ്ടതിനായി അങ്ങയുടെ ആത്മാവിൻ്റെ ശബ്ദം ഓരോ ഹൃദയങ്ങളെയും അങ്ങയുടെ ആത്മാവിൽ തൊട്ട് ഉണർത്തേണ്ടതിനായി, സ്പർശിക്കേണ്ടതിനായി
വലിയ ദൈവശക്തി വായിക്കേണ്ടതിനായി അങ്ങയുടെ ബലമുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഭാഗം ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നപ്പാ, നിങ്ങളുടെ പൊന്നുനാമം ഈ രാത്രിയിലും മഹത്വപ്പെടണമേ. പ്രാർത്ഥന കേട്ടൊരു സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ. ഇവിടെ വായിച്ച വാക്യങ്ങൾ വളരെ ഒത്തിരി പരിചയമുള്ള വാക്യങ്ങളാണ്. അത് ഒത്തിരി സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ എൻ്റെ ഉള്ളതിൽ ദൈവത്തിൻ്റെ ആത്മാവിധി ഇങ്ങനെ പ്രേരിപ്പിച്ചതുകൊണ്ട് ഞാൻ ഈ ഭാഗം എടുക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. എന്താണ് യേശു കേട്ടതെന്നുള്ളത് നമുക്കറിയാം. എന്താണ് യേശു കേട്ടത്? എന്താണ് കേൾക്കാനിടയായത്? ഏത് കേട്ടപ്പോഴാണ് യേശു നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയത് എന്ന് പറഞ്ഞാൽ, യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാനായി വന്ന, യേശുവിനെ ശാനപ്പെടുത്തിയ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന പോലെ ശബ്ദമാവെന്ന് പറയുന്ന സ്നാപയോഹന്നാൻ്റെ മരണമാണ്. എന്തുവാണ് അതിന് കാരണം ചോദിച്ചാൽ, ഹേരോദാവ് രാജാവ് ചെയ്ത ചില തെറ്റുകൾ, പാപങ്ങൾ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചു. നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ പോകുന്നത് ശരിയല്ല, ശരിയാകണം എന്നുള്ള രീതിയിൽ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു, പാപത്തെ ചൂണ്ടിക്കാണിച്ചു. പാപത്തെ ബോധ്യപ്പെടുത്തുന്ന, പാപത്തെ വിളിച്ചു പറയുന്ന ദേവദാസനെ അതിൻ്റെ പേരിൽ അവർ പിടിച്ച് തടവിൽ ആക്കിയിരുന്നു, തടവറയിൽ കഴിയുകയായിരുന്നു. ആ സമയത്താണ് കൊട്ടാരത്തിലൊരു വലിയ ഫങ്ഷൻ നടന്നു. അവിടെ വലിയ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായി. ഡാൻസ് ചെയ്ത ആ പെൺകുട്ടിയോട് രാജാവ് വലിയ സന്തോഷത്തോടെ ഹേരോദാവ് ചോദിച്ചു, നിനക്ക് എന്തുവാ സമ്മാനം വേണ്ടേ, എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പാപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അമ്മയുമായി ബന്ധപ്പെട്ട്, ഹേരോദാവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വലിയ കുഴച്ചിൽ അതിനകത്തുള്ളതുകൊണ്ട് അവർ ആ വിരോധം വെച്ചിട്ട് പറഞ്ഞു, സ്നാപയോഹന്നാൻ്റെ തലയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതൊരു താലത്തിൽ കൊണ്ടെത്തണമെന്ന് പറഞ്ഞു. പാപത്തെ ബോധ്യപ്പെടുത്തുന്ന ഉപദേശിയുടെ തല വേണം എന്നാണ് അവരാവശ്യപ്പെട്ടത്. ഹേരോദ് രാജാവിന് വേറെ വഴിയൊന്നുമില്ലായിരുന്നു, അത് ചെയ്തു. വേൾഡ് കപ്പ് കൊണ്ട് കൊടുക്കുന്ന പോലെ ഉപദേശിയുടെ തല വെട്ടി പാത്രത്തിൽ വെച്ച് താലത്തിൽ വെച്ച് കൊണ്ട് കൊടുത്തു. ശിഷ്യന്മാർക്ക് തൻ്റെ ഉടലാണ് കിട്ടിയത്. ഉടൽ അവർ കൊണ്ടുപോയി മറവ് ചെയ്തു. എന്നിട്ട് വന്ന് യേശുവിനോട് പറഞ്ഞു, ഇതാണ് കേട്ടത്, തെറ്റിന് പകരം വേറൊരു വലിയ തെറ്റും കൂടെ ചെയ്യാം. ഒരു തെറ്റിന് പകരം, ഒരു പാപത്തിന് പകരം ഒരു പാപം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ കൂടിയൊരു പാപം ചെയ്യുന്ന രാജാവ്. എന്നാൽ വേറൊരു രാജാവിനെയും കൂടെ, ഞാൻ ഇതിന് മുഖവരെയാണ്, വേറൊരു രാജാവിനെ പറയാം. ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവിനും തെറ്റുപറ്റി, വലിയൊരു വീഴ്ചയുണ്ടായി, വലിയൊരു പരാജയം ഉണ്ടായി. പാപം ചെയ്തിട്ട് പാപം ചെയ്തെന്നൊന്നും അറിയാതെ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്തായി. പാപം ചെയ്തെന്നൊന്നും തോന്നുന്ന പോലും ഇല്ലായിരുന്നു, അതിനറിയുന്ന പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, കാരണം 1 വർഷം എന്ന് പറയുന്നത് അതിന് ആ സമയത്താണ് ഒരു കുട്ടി ജനിക്കുന്നത്. കഥാവിശ്വാസം. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്തു എന്ന് ഓർക്കാതെ പോലും ചിന്തിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഥാൻ പ്രവാചകനെ ദൈവം കൊട്ടാരത്തിലേക്ക് അയച്ചു. കൊട്ടാരത്തിൽ നാഥാൻ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഈ പട്ടണത്തിൽ ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, ഒത്തിരി ആടുകളുണ്ടായിരുന്നു, ദരിദ്രനായ മനുഷ്യനുണ്ടായിരുന്നു, അവനൊരു പെണ്ണാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധനവാനായ മനുഷ്യൻ്റെ വീട്ടിൽ വഴിപോക്കനായിട്ടൊരാൾ വന്നപ്പോൾ തൻ്റെ 100 കണക്കിന് ആടുകളിൽ ഒന്നിനെടുക്കാതെ ദരിദ്രനായ മനുഷ്യൻ്റെ ഒരു പെണ്ണാടിനെ പിടിച്ചുകൊണ്ടുപോയി വഴിപോക്കന് വേണ്ടി ആഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇത് കേട്ടപ്പോൾ ദാവീദിന്റെ നീതിബോധം അങ്ങ് ജ്വലിച്ചിട്ട് പറഞ്ഞു, അവൻ ആരായാലും മരണയോഗ്യനാണ്, 4 ഇരട്ടി പകരം കൊടുക്കേണ്ടി വരുമെന്ന് ഒരു അധികാരത്തോടെ നീതിയോടെ പറഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദാവീദ് ചെയ്തത് നാഥാൻ പ്രവാചകന്റെ കഴുത്തേക്കൽ പിടിക്കുകയോ തടവിലാക്കുകയോ കഴുത്തു വെട്ടുകയോ ഒന്നുമല്ല ചെയ്തത്. ദാവീദ് ദൈവത്തിൻ്റെ പാതയെടുത്ത് നിലംപരിചായി വീണു, കാൽച്ചുവട്ടിൽ വീണു, വാവിട്ട് അലറിക്കരഞ്ഞു. ഒരു തെറ്റ് പറ്റി, ആ തെറ്റിൻ്റെ കൂടെ വേറൊരു തെറ്റും കൂടെ ചെയ്യാതെ
പറ്റിയ തെറ്റ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച്, അതാണ് 51-ാം സങ്കീർത്തനം. അതിനുവേണ്ടി വിലപിക്കുന്ന, വേദനിക്കുന്ന, കരയുന്ന, നിലവിളിക്കുന്ന, കഴിയിൽ പ്രാപിക്കുന്ന, മടങ്ങി വരുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന ദാവീദിനെ കാണാൻ കഴിയും. അതുകൊണ്ട് ദാവീദിന്റെ ജീവിതം അതുകൊണ്ട് തകർന്നില്ല, തീർന്നില്ല. ദൈവത്തിന് ബോധിച്ച മനുഷ്യനായി, ദൈവത്തിന് ഹൃദയപ്രകാരം മനുഷ്യനായി, യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പോലും പ്രവചിക്കുന്ന പ്രവാചകനായി മാറത്തക്ക രീതിയിൽ ഭാവി കാലങ്ങളിൽ ദൈവത്തിൻ്റെ തൻ്റെ ആയുഷ്കാലം മുഴുവൻ താൻ ഇസ്രായേൽ രാജാവായി, താൻ മരിച്ചു കഴിഞ്ഞ മകൻ ശലോമോൻ രാജാവായി, സുവിശേഷം പറയുമ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചടങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം എന്ന് പറയത്തക്ക രീതിയിൽ സുവിശേഷത്തിൽ പോലും ആ പേര് നിലനിൽക്കത്തക്ക രീതിയിൽ, പറയത്തക്ക രീതിയിൽ കയറി വരുന്നു. തെറ്റ് വരാഞ്ഞിട്ടല്ല, വീഴ്ച വരാഞ്ഞിട്ടല്ല. ആമേൻ. തെറ്റിന് മുമ്പിൽ, ദൈവ സന്ദേശത്തിന് മുമ്പിൽ, ദൂതിൻ്റെ മുമ്പിൽ, വചനത്തിന് മുമ്പിൽ അടിയറ പറയുവാൻ, അനുദപിക്കുവാൻ, കീഴടങ്ങുവാൻ, കീഴ്പ്പെടുവാൻ കഴിഞ്ഞതുകൊണ്ട് കർത്താവിന്റെ സ്തോത്രം. അവിടം കൊണ്ട് എല്ലാം തീരുന്നില്ല, തകരുന്നില്ല, അവസാനിക്കുന്നില്ല. പിന്നെയോ ദൈവം യഥാസ്ഥാനത്താക്കി മടക്കി കൊണ്ടുവന്ന് ദൈവത്തിന് ബോധിച്ച മനുഷ്യനായി കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഉയർത്തിയത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഹേരോദാവിൻ്റെ അന്ത്യവും അതിൻ്റെ അവസാനമൊക്കെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് എത്രയോ ഭയാനകമാണ് എന്ന് കാണാൻ കഴിഞ്ഞു. ഞാനത് വിടുന്നു. ഞാൻ ഇതിന് മുഖവര പോലെ എന്ത് യേശു കേട്ടു. സ്വത്രം എല്ലാവരും സ്വത്രം പറഞ്ഞു. ഈ തുടക്കത്തിൽ ഇങ്ങനെ തലവിട്ടും പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങിയാൽ ഞങ്ങൾ എന്തോ ചെയ്യുന്ന ഓർത്തും ടെൻഷൻ അടിക്കുന്നു വേണ്ട. അതൊരു എന്താ യേശു കേട്ടേന്ന് മാത്രമേ പറഞ്ഞാണ്. എന്ത് കേട്ടു, എന്ത് കേട്ടപ്പോഴങ്ങോട്ട് പോയെന്ന് പറയാൻ വേണ്ടി ഒരു മുഖവരയായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ യേശു കേട്ട കാര്യം ഇതാണ്. സ്നാപകയോഹന്നാനെ എൻ്റെ ഉടൽ കിട്ടി, അത് ശിശുവിനടക്കിയിട്ട് വന്ന് കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കർത്താവിന് വേദനയുണ്ടായി കാണും, ദുഃഖമുണ്ടായി കാണും, വിഷമമുണ്ടായി കാണും. കർത്താവിനെ നമുക്കറിയാം. ലാസറിൻ്റെ കല്ലറയുടെ വാതിക്കൽ, ലാസറിൻ്റെ കല്ലറയുടെ വാതിക്കൽ യേശു വന്നത് ഒരു അനുശോചനം രേഖപ്പെടുത്താനൊന്നുമല്ല, അടക്കത്തിന് വരാനൊക്കാത്തതുകൊണ്ട് അടക്കം കഴിഞ്ഞ് വന്ന് എല്ലാവരെയും കണ്ടുകെട്ട് പോകാൻ വേണ്ടിയൊന്നും വന്നതല്ല. യേശു കല്ലറയ്ക്കൽ വന്നത് കല്ലറയ്ക്കകത്തിരിക്കുന്നവനെ വിളിച്ചിറക്കി ഇന്ന് രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു വന്നേക്കാം. എത്ര വിശ്വസിക്കുന്നില്ല? കല്ലറയ്ക്കകത്തിരിക്കുന്നവനെ കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് യേശുവിടെ പന്തിയിലിരുത്തുവാൻ കഴിയുന്ന അധികാരത്തോടെയാണ് യേശു കല്ലറ വാതിൽക്കൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. അനുശോചനം പറയാൻ വേണ്ടി വന്നതല്ല, സഹതാപം കാണിക്കാൻ വേണ്ടി വന്നതല്ല. പിന്നെയോ ഉയർപ്പിൻ്റെ അധികാരത്തോടെയാണ്, അല്ലെങ്കിൽ അവനെ ഉയർപ്പിക്കാനുള്ള, അവനെ പുറത്തു കൊണ്ടുവരാനുള്ള, അവനെ രക്ഷിക്കാനുള്ള ശക്തിയോടെയാണ് വന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളുടെ കണ്ണുകൾ നിറഞ്ഞു. അവരെല്ലാം ഇത് കണ്ടപ്പോൾ, യേശു വന്നത് കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ കരയുന്നത് കണ്ടപ്പോൾ യേശു കണ്ണുനീര് വാർത്തു എന്നാണ്. എന്തിനാ നിങ്ങളൊക്കെ കരയുന്നത്? ചുമ്മാ അനങ്ങാണ്ടിരിക്കും, ഞാനിപ്പോൾ കാണിച്ചു തരാമെന്നൊന്നുമല്ല. കർത്താവിന് അങ്ങനെ പറയാൻ പറ്റുമായിരുന്നു, പക്ഷെ അങ്ങനെയല്ല. സ്നേഹിക്കുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ കർത്താവിൻ്റെ കണ്ണും നിറഞ്ഞൊഴുകി. അത് വിശ്വസിക്കുന്നില്ല. എല്ലാവരും പ്രാർത്ഥനയോടെ ഇതാണ് നമ്മുടെ ഇതെല്ലാം ദൈവസന്നതിയിൽ ഒരാൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമോ എന്നുള്ളതിൻ്റെ അടയാളം, ശരിയാകുമോ എന്നുള്ളതിൻ്റെ അടയാളം നമ്മുടെ ആവേശത്തിലും അവിടെ ഉന്മേഷത്തിലും ഒരു ഉണർവിലെല്ലാം കാണാൻ പറ്റും. സ്വതന്ത്രം ചെയ്യും. ഹല്ലേലൂയ. ഒരാൾ രക്ഷപ്പെടുമോ, ഗുണം വരുമോ, മെച്ചപ്പെടുമോ, നന്മയുണ്ടാകുമോ, നന്നായിരിക്കുമോ എന്നൊക്കെ അറിയാനായിട്ട് താൻ സ്വതന്ത്രം ചെയ്യുന്ന ഈ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. നമുക്കൊരു ഉണർവുണ്ടായിരിക്കും, ഒരു ആവേശം ഉണ്ടായിരിക്കും, ഒരു എരിവുണ്ടായിരിക്കും, ഒരു ജീവനുണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ വരുമ്പോൾ, കർത്താവിൻ്റെ വാതിൽപ്പടിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന് വരം പറയുന്നു, ആമേൻ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. അപ്പോൾ നമ്മെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ഇങ്ങനെയൊക്കെയാണ്. ഹല്ലേലൂയ. കർത്താവിനെ ഒരാൾ സേവിക്കുന്നെങ്കിൽ, കർത്താവിനെ ഒരാൾ ആരാധിക്കുന്നെങ്കിൽ, ആമേൻ, അവരുടെ ജീവിതത്തിൽ അവർക്ക് ആത്മീയമായി നിലനിൽപ്പും ഗുണമൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് പ്രത്യേക അടയാളങ്ങളിൽ ഒന്നാണ് ആത്മാവിൽ ഒരു ജീവൻ, ആത്മാവിൽ ഒരു ഉണർവ്, ആത്മാവിൽ ഒരു ഉത്സാഹം. സ്വതന്ത്രം. ഹല്ലേലൂയ. ഒരു ഉത്സാഹം ആവശ്യമാണ്. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് രാത്രി? കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു.
ഒരു ആവേശം, ഒരു ഉന്മേഷമൊക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ, എന്താണ് ശോധന ചെയ്യുന്നു, സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ സ്നേഹം വെളിപ്പെട്ട് വരുമ്പോൾ ഇവിടെ യേശു കണ്ണുനീര് വാർത്തു എന്ന് വായിക്കുന്നെങ്കിൽ, ആ വിഷമം പോലും കർത്താവിനെ കരയിപ്പിക്കുന്നതാണെങ്കിൽ സ്നാപയോന്നാന്റെ മരണം യേശുവിനെ കരയിപ്പിക്കാതിരിക്കുമോ? ലാസറിന്റെ കല്ലറവാതിക്കൽ നിന്ന് കരയുന്ന കർത്താവിന് തന്നെ സ്നാനപ്പെടുത്തി അല്ലെങ്കിൽ തന്നെക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടി വന്ന സ്നാപകയോന്നാന്റെ രക്തസാക്ഷി മരണം യേശുവിനെ കരയിക്കുന്നതാണ്. ഇനി അത് ഞാൻ പറഞ്ഞത്, യേശു കേട്ട ഒരു സാഹചര്യവും പെട്ടെന്ന് പടക് കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. യേശുവിന് എപ്പോഴും ഒരു കാര്യത്തിൽ ഒരു ഉദ്ദേശമല്ല, പല ഉദ്ദേശം കാണും. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും മാറി പിതാവിന് സന്നദ്ധിയിൽ ഏകനായി ഏകാന്തതയിൽ അല്പസമയം സമയം ചെലവഴിക്കാം എന്നൊരു ചിന്ത ഉണ്ടാകാം. അതുമാത്രമല്ല, മറ്റു പല ഉദ്ദേശങ്ങളും കാണും. ഞാൻ ഒരു ചിന്ത പറഞ്ഞ അങ്ങനെ ഒരു ഏകാന്തതയിലേക്ക് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് പടക് കയറി കർത്താവ് പോയി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ, മരുഭൂമിയിൽ യേശുവിന് സാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കാൽനടയായി ഇങ്ങോട്ട് വന്നു. ഒന്ന് രണ്ടും പേരല്ല. അവിടെ പരസ്യം കൊടുത്തില്ല, വിളിച്ചു പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരാനെന്ന് പറഞ്ഞില്ല, ദൈവം ക്ഷണിച്ചൊന്നുമില്ല. പക്ഷേ യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് കാൽനടയായിട്ട് വന്നത്. ഇന്ന് രാത്രിയിലും പറയാം, ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ, യേശു ഉള്ളിൽ ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ, നമ്മുടെ ആരാധനാലയത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ, ദൈവസാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ, ആ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ സ്ഥിതികൾ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ആവശ്യക്കാരുടെ വലിയ കുത്തൊഴുക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ കെൻഡക്കിയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ഒരു ഉണർവുണ്ടായി. നിങ്ങൾ വളരെ കേട്ട് ആവശ്യമാണ്. ഒരു ഉണർവുണ്ടായി, വലിയൊരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായി. ഒരു പാസ്റ്റർ, ഒരു സാറ് ഒരു റോമാലേഖനത്തിൽ നിന്നൊരു നമ്മുടെ ഭാഷയിൽ ഒരു ഉടക്ക പ്രസംഗമൊക്കെ പ്രസംഗിച്ച് താൻ പോയിരിക്കുമ്പോൾ പിള്ളേർ കയറി നിന്ന് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടിൻ്റെ കോറസ് പാടിയുള്ളൂ. പാടിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകി വന്നവർ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവർക്ക് പാട്ട് നിർത്താൻ പറ്റിയില്ല. പ്രസംഗിച്ച ആൾ പോയി, അവിടെ യോഗത്തിന് വന്ന പലരും പോയി, പിള്ളേർ പാടിക്കൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ കാണാഞ്ഞിട്ട് മറ്റുള്ളവരും വീണ്ടും മടങ്ങി വന്നപ്പോൾ ഇവർ പാടിക്കൊണ്ടിരിക്കുന്നു, അവരും ചേർന്ന് പാടി. അന്ന് രാത്രി മുഴുവൻ അവർ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തു. പിറ്റേ ദിവസമായപ്പോഴത്തെ സ്ഥിതികൾ മാറി. പലരും കേൾക്കാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി, ആൾക്കാർ വരാൻ തുടങ്ങി. അവിടെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല, വലിയ അത്ഭുതങ്ങൾ നടന്നില്ല, വലിയ വീരപ്രവൃത്തികൾ നടന്നില്ല, വലിയ സംഭവങ്ങൾ നടന്നില്ല. ഒരു കാര്യം മാത്രമേ ഉണ്ടായൂ, ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. എത്ര വിശ്വസിക്കുന്നില്ല? ദൈവസാന്നിധ്യം ഉണ്ടെന്ന് കേട്ടപ്പോൾ, അതിന് മുമ്പ് ഒരു സംഭവം നടന്നു. 2 വർഷം മുമ്പ് ഒരു ചൈനക്കാരൻ അവിടെ പഠിക്കാൻ വേണ്ടി വന്നയാൾ നെഞ്ചത്ത് കുറേയധികം പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി ഒട്ടിച്ചു. പുറകിൽ കുറേയധികം പ്രാർത്ഥനാ വിഷയങ്ങൾ അമേരിക്കയുടെ മറ്റു രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി, അല്ലെങ്കിൽ ചില വിഷയങ്ങൾക്ക് ആ ദേശത്തിന് വേണ്ടിയൊക്കെ താന് കുറേയധികം പ്രാർത്ഥനാ വിഷയം എഴുതി ഒട്ടിച്ചിട്ട് 2 വർഷം മുഴുവൻ ആ തെരുവിലൂടെ നടന്നു. 2 വർഷം കഴിഞ്ഞ് താനോടെ പോയി തൻ്റെ രാജ്യത്ത് തിരിച്ചു പോയി കാണും. പിന്നെ ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒടുവിൽ ദൈവത്തിൻ്റെ കാലങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഒടുവിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ജനം ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. അവിടെ പോയ ഒരാൾ, ഞാൻ ആ സമയത്ത് അവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ കേട്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ പോയ നമ്മൾക്ക് പരിചോത്സസ് പറഞ്ഞു, അതിനകത്തോട്ട് കയറുമ്പോൾ കണ്ണാമേൻ നമ്മൾ പറയില്ല, വേർപ്പ് നാറ്റം എന്ന് പറയുന്നതിന് പകരം അങ്ങോട്ട് കയറുമ്പോൾ കണ്ണുനീര് നാറുന്ന ആമേൻ അതിൻ്റെ ഉപ്പുനാറ്റമാണെന്നാണ് പറയുന്നത്. കർത്താവിന് സ്തോത്രം. വന്നവിടെ എല്ലാം കയ്യിൽ ആദ്യം ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു കണ്ണുനീര് തുടയ്ക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണുനീര് നിൽക്കാതെ വന്നപ്പോൾ ടോയ്ലറ്റിൽ ചെന്ന് ടോയ്ലറ്റിലെ പേപ്പർ കൊണ്ടുവന്ന് മുറിച്ച് ഓരോരുത്തർ കൊടുക്കുകയായിരുന്നു. എന്തിന്? കണ്ണുനീര് തുടയ്ക്കുവാൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവസാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ
ഹല്ലേലൂയ. ദൈവാത്മാവ് വെളിപ്പെടുമ്പോൾ, ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ആർക്കും പോകാൻ തോന്നുന്നില്ല. ആമേൻ. നേരത്തെ വരാൻ തോന്നുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ വരാനും തോന്നത്തില്ല, വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാനും തോന്നും. ഹല്ലേലൂയ. ഇതെന്നാ തീരാത്തെ, ഇതെന്നാ നിർത്താത്തെ. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് തീരല്ലേ. ആമേൻ. എത്രയും വേഗം ചെല്ലണം, ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ജീവൻ അത്ര വിശ്വസിക്കുന്നുണ്ടല്ലോ. ഞാൻ ആ സമയത്ത് ഡാളസിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് അവിടെ ഒന്ന് പോകാൻ ആഗ്രഹം തോന്നി. ഞാനൊന്ന് രണ്ടുപേരെ കൂട്ടിപ്പിടിച്ചോണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്റേ നോക്കട്ടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ ടിക്കറ്റ് നോക്കി പറഞ്ഞു $110 ഉള്ളൂ പാസ്റ്റേ, കുഴപ്പമൊന്നുമില്ല നമുക്ക് പോകാം. അപ്പോൾ പറഞ്ഞു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, തീർന്നു കഴിഞ്ഞിട്ട് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച പോകാം, നമുക്ക് ഒരുമിച്ച് പോകാം, വണ്ടി ഓടിച്ചു പോകാമെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. കിട്ടാൻ അപ്പോൾ പറഞ്ഞില്ല. ഫ്ലൈറ്റ് വന്ന് നോക്കിയപ്പോൾ $650 ടിക്കറ്റിന്. 3-4 ദിവസം കൊണ്ട് ടിക്കറ്റിൻ്റെ വില അങ്ങ് കുത്തനെ കയറി. എന്താണ് കാര്യം? എന്തോ കാര്യം? അവിടെ വലിയ വലിയ പ്രാസംഗികരില്ല, വലിയ ക്രൂസൈഡ് പോലും നടക്കുന്നില്ല, വലിയ രോഗശാന്തി വിടുതൽ നടക്കുന്നില്ല. ആകെ ഒരേ ഒരു കാര്യം, ദൈവ സാന്നിധ്യം. എത്ര വിശ്വസിക്കില്ല. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ കിടക്കുന്നതിന് ഞാൻ വീടിയാണ് 89 വയസ്സുള്ള ഒരു അമ്മച്ചി, ശരീരമെല്ലാം ചുളുങ്ങി, മുഖമെല്ലാം കണ്ടാൽ ഒത്തിരി പ്രായം തോന്നിപ്പിക്കുന്ന രീതിയിൽ ചുളുങ്ങിയ ഒരു മുഖം. താൻ ശോധന ചെയ്യുന്നു. അവർ പറയുന്നു 40 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് പറഞ്ഞു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ, അത് വെള്ളം കൊണ്ട് നിറഞ്ഞു വരുമെന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ അവർ ശ്വാസത്താൽ താഴ്വരയിൽ കുഴികൾ വെട്ടിക്കൊണ്ടിരുന്നാൽ അവർ പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു ഈ താഴ്വരയെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അനേക മനസ്സുകളെ അത് വിശ്വസിക്കുന്നുണ്ടല്ലോ. നമ്മളതിൻ്റെ അപ്പുറത്തിപ്പുറം നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സ്വത്രം കിടക്കുക. അമേരിക്കയിലെ വിമർശകരായി ഇതിനെല്ലാം എവിടെ ഉണ്ടല്ലോ, കുറ്റം വിധിക്കാൻ വേണ്ടി വിമർശകരായി അതിനുവേണ്ടി മാത്രം മെനക്കെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ 5 പേർ ഒരുമിച്ച് നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്ന് 5 പേർ അടുത്തടുത്തിരുന്നു. അവരെല്ലാം അവരുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി, മൊബൈലൊക്കെ പോയിരുന്നു ഇതിനകത്ത് ഓരോന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തനെ കാണുന്നില്ല, കുറച്ച് കഴിഞ്ഞ് വേറൊരുത്തനെ കാണുന്നില്ല. നോക്കി 5 പേരും 5 സ്ഥലത്തായി. അവസാനം തപ്പി നടക്കുമ്പോൾ നേതാവ് സ്റ്റേജിന് മുമ്പിൽ കവർന്ന് കിടക്കുന്നു. ദൈവസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ വിമർശകന്റെ വായടഞ്ഞു പോയി. ദൈവശക്തി ആവരിച്ചപ്പോൾ അവൻ വിതുമ്പി കരയുന്നതിൻ്റെ വീഡിയോ വിശ്വസിക്കുന്നു. ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ വിമർശനവും മടുപ്പും ഒടക്കും മരവിപ്പും, പോകാനും തോന്നത്തില്ല, ഇരിക്കാനും തോന്നത്തില്ല, പാടാനും തോന്നത്തില്ല, പ്രാർത്ഥിക്കാനും തോന്നത്തില്ല. ഇതെല്ലാം ഇങ്ങനെ ചുരുക്കി സ്വതം ചെയ്യാം. ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ചുരുങ്ങി എന്നൊക്കെ ഒരു വാക്ക് കേൾക്കുന്നതിലൂടെയാണ്. അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരാളാരായിരിക്കും? അത് പാസ്റ്റായിരിക്കും. ഏറ്റവും കൂടുതൽ ചുരുക്കുന്ന വാക്ക് പറഞ്ഞിട്ടുള്ള ഒരാൾ പാസ്റ്റായിരിക്കും. അത് കേട്ടിട്ടുള്ള ആൾക്കാർ പെന്തിക്കോസുകാരുമായിരിക്കും. പിടിയിട്ടില്ല. എല്ലാം ഇങ്ങനെ സാക്ഷ്യത്തിലും പാട്ടിലും പ്രാർത്ഥനയിലും എല്ലാത്തിലും നമ്മളിങ്ങനെ എങ്ങനെ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കടന്നപ്പെടുന്ന പാടുകളാണ് നമ്മുടെ ഇടയിൽ. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, അങ്ങനെ സമയം വെളിവില്ലാതെ നീട്ടിക്കൊണ്ട് പോകണമെന്നോ ഒന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കാലത്ത് കാത്തിരുന്ന് കണ്ണുനീരൊഴുക്കി ദൈവസാന്നിധ്യം വെളിപ്പെട്ട് ദൈവശക്തിയിൽ മാറുന്ന ആൾക്കാർ ഇന്ന് ഉത്തരവാദിത്തം തലപുകഞ്ഞ് ചിന്തിക്കുന്നത് ഇതെങ്ങനെ ചുരുക്കാമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇതെങ്ങനെ ചുരുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഹല്ലേലൂയ. നമ്മുടെ മറ്റേതെങ്കിലും ചുരുക്കുന്നുണ്ട്. നമ്മൾ പറയുക, എൻ്റെ മോൾ +2 പരീക്ഷ എഴുതുക, എൻ്റെ ദൈവം ഒത്തിരി മാർക്കൊന്നും കൊടുക്കില്ല, അവൾക്ക് ചുരുക്കി കുറച്ച് മാർക്ക് കൊടുക്കണം. പറയത്തില്ല. പറയോ? ജോലി ചുരുക്കി $1 ഒത്തിരി കൊടുക്കില്ല. അപ്പാ എൻ്റെ ദൈവമേ, ഗൾഫിൽ എൻ്റെ മോൻ ജോലി ചെയ്യുന്നു, അവനൊത്തിരി പൈസ ഒന്നും കൊടുക്കാതെ ചുരുക്കി അപ്പോൾ ചുരുക്കാനാകെ എൻ്റെ ആരോഗ്യം ഒത്തിരി ഒന്നും വേണ്ടപ്പാ, ചുരുക്കി വലിയ ബലമൊന്നും എനിക്ക് വേണ്ട, അതൊന്നും വേറെ ഒന്നും ചുരുങ്ങുന്നില്ല. കഥ ഞാനിത് പറയാൻ കാരണം, അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ മീറ്റിംഗ് അന്തരീക്ഷം മാറിയപ്പോൾ ആളുകൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യാത്ര അങ്ങോട്ട് പാലായനം തുടങ്ങി, യാത്ര തുടങ്ങി, വാഹനങ്ങൾ ഓടിച്ചു പോകാൻ തുടങ്ങി. എന്താണ് വലിയ വീരപ്രവൃത്തി? അല്പം ഒന്നും നടന്നില്ല. അമേരിക്കയിലെ ഓരോ സിറ്റിയിലും എത്രയോ ചർച്ചുകൾ, ഡാളസിൽ മാത്രം മലയാളി ചർച്ചുകൾ 65-ലധികം ചർച്ചുകളുണ്ട്.
1000 പേര് കൂടുന്ന 4-5 ചർച്ചകളുണ്ട്, അതിലും ഉള്ള ആൾക്കാരുള്ളത്. എന്നാൽ പാസ്റ്റർമാരുണ്ട്, പ്രസംഗികരുണ്ട്, പാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഒരു കാര്യം കേൾക്കണം. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വലിയ ഹൈറേഞ്ചിൻ്റെ കാര്യമൊക്കെ പറയുന്ന പോലെ വലിയ പ്രശസ്തി അല്ലെങ്കിൽ ഉള്ള സ്ഥലമൊന്നും ആയിരുന്നില്ല. അവിടെ 20 പേർക്ക് താമസിക്കാനുള്ള ഒരു ഹോട്ടൽ, ഒരു ലോഡ്ജ് പോലത്തെ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. മനുഷ്യർക്ക് പോയി താമസിക്കാൻ സ്ഥലമില്ല. ഇതൊന്നുമില്ലാഞ്ഞിട്ട് ജനങ്ങൾ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അതിൽ നിന്ന് ഞാനൊരു കാര്യം പഠിച്ചു. ദൈവ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവാത്മാവിൻ്റെ പ്രവൃത്തി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, കൃപ എവിടെയെങ്കിലും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ശക്തി എവിടെയെങ്കിലും വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ആവശ്യക്കാരുടെ ആമേൻ സ്വതന്ത്രം. ഹൂസ്റ്റണിൽ ഞാൻ താമസിച്ച വീട്ടിലെ ഒരു ബ്രദർ, അവരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ കൂടി പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും എന്തായി. പുള്ളി പറയുകയാണ് 5.5 മണിക്കൂറായി ലൈനിൽ നിൽക്കുക, കയറാൻ പറ്റിയിട്ടില്ല. വഴിയിൽ 5.5 മണിക്കൂറായി വഴി നിൽക്കുക, കയറിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഇനി എപ്പം കയറാൻ പറ്റും? 5.5 മണിക്കൂറായെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ പുള്ളി എന്നോട് പറയുക, ഭാഷ എന്തിനകത്ത് കയറുന്നു? ഇവിടെ ദൈവസാന്നിധ്യമുണ്ട്. ഈ വഴിയിൽ ഞങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. വലിയ ദൈവിക സ്പർശനമാണ്. ആന ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ദൈവം ഒഴുകി വരുന്ന പോലെ അനുഭവിക്കുന്നു എന്ന്. അതിനൊക്കെ രസം, ഡാളസിലെ അവൻ കൂടുന്ന ചർച്ചിൽ പാസ്റ്റർ സഭായോഗം 12 മണിക്ക് നിർത്താതെ 12:15 വരെ നീട്ടിക്കൊണ്ട് പോയതിൻ്റെ പേരിൽ സഭയുടെ കമ്മിറ്റിയിൽ എഴുന്നിരുന്ന പാസ്റ്റർക്ക് നേരെ വലിയ വെല്ലുവിളി നടത്തിയ ആളാണ് ഈ മനുഷ്യൻ. ഇവൻ 5.5 മണിക്കൂർ ഓടി നിൽക്കുക, കയറിയിട്ടില്ല. കാരണം ഞാനതിൽ നിന്ന് പഠിച്ചൊരു കാര്യം പറയുന്നു. ദൈവത്തിലെ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, ആ സ്പർശനം അനുഭവിക്കുമ്പോൾ, ആ ശക്തി വ്യാപരിക്കുമ്പോൾ, ആ കൃപ വ്യാപരിക്കുമ്പോൾ, ആ സ്നേഹം വെളിപ്പെടുമ്പോൾ വിശ്വസിക്കുന്നില്ല. ഇതില്ലെങ്കിൽ ഇതെല്ലാം വലിയ ഭാരമാണ്, ഇത് വലിയ ചുമടാണ്, ഇത് വലിയൊരു ബാധ്യതയാണ്, ഇത് വലിയ ഭാരപ്പെടുത്തുന്ന ഒരു ജോലി പോലെയാണ്. ഇന്ന് രാത്രി എത്ര പേർ കർത്താവേ നിന്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിൽ വെളിപ്പെടുവാൻ, നിന്റെ ശക്തി എൻ്റെ ആലയത്തിൽ വെളിപ്പെടുവാൻ, നിന്റെ കൃപ എന്നിലേക്ക് വെളിപ്പെടുവാൻ എത്ര പേര് ഉള്ളം തുറന്ന് ദൈവത്തോട് പറയുന്ന വ്യക്തിപരമാണ്. ഇത് വേറെ ആരുടെയും കെയർ ഓഫിലല്ല. അവരവരുടെ ഉള്ളിലേക്ക് ദൈവത്താൽ ഒഴുകി വരുന്ന ആ വലിയ ദൈവ സാന്നിധ്യം അത് വേറെ എവിടെ നിന്നും ഉണ്ടായി വരുന്നതല്ല, ദൈവത്തിൽ നിന്ന് നമുക്ക് വ്യക്തിപരമായി ലഭിക്കുന്നതാണ്. ഞാനിതിൽ ഓസ്ട്രേലിയയിൽ ഒരു ചർച്ചിൽ പോയി. നിങ്ങൾ അവിടുത്തുകാരുടെ ഒരു ഇംഗ്ലീഷുകാരുടെ ചർച്ച്, ഒരു പ്രവാചകിയായിട്ടൊരു ദൈവദാസിയുണ്ട് അവിടെ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. വേറെ ഒത്തിരി ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ കൂടുതൽ ചർച്ചയാണ്. എനിക്കൊരു അവസരം പ്രസംഗിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ആലോചിച്ചു. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരാളെയൊക്കെ കൂട്ടി തയ്യാറാക്കി അവിടെ ചെന്നപ്പോൾ പ്രസംഗിക്കാനായിട്ട് സമയം ഒരു 9 മണി മുതൽ 9 മണി മുതലുള്ള സമയം അവിടെ തുടങ്ങി. ഞാൻ അന്നേരം മുതൽ മീറ്റിംഗ് മെസ്സേജൊക്കെ തയ്യാറാക്കി വെച്ചു. ഇത്ര സമയം കിട്ടുമായിരിക്കും വിചാരിച്ചു. അവർ സമയം പറയുന്നില്ല നമ്മളോട്. 10 മണിയായി, 10:30ആയി, 11:00ആയി, 11:30ആയി, 12:00ആയിട്ട് സമയം തരുന്നില്ല. 12:45 എനിക്ക് സമയമില്ല. ഞാനാണെങ്കിൽ ദൂത് മാറ്റി പിടിക്കുകയാണ്. ഓരോന്ന് ചെറുതാക്കി പിടിച്ച് കാണും. ട്രാൻസ്ലേറ്റ് ചെയ്യും കൂടെ വേണമല്ലോ. അത് കഴിയുമ്പോൾ എന്താണ് ചെയ്യും? 12:50 അവർ പാസ് ജോൺ കുറ്റി എന്നൊക്കെ പറഞ്ഞു. ഞാൻ കയറി ചെന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എനിക്ക് എത്ര മിനിറ്റ് സംസാരിക്കാനുണ്ടെന്ന് ചോദിച്ചു. അവരെൻ്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിലാണ് പ്രസംഗിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനോട് എവിടെ ആരും സമയമൊന്നും പറയത്തില്ല, അത് പരിശുദ്ധാത്മാവ് തീരുമാനിക്കട്ടെന്ന് പറഞ്ഞു. കഥാവൻ ശ്രോത്രം ഹല്ലേലൂയ. 2 മണിക്കൂർ ഹല്ലേലൂയ ഞാൻ നിന്ന് പ്രസംഗിച്ചാൽ 1 മണിക്കൂർ മെസ്സേജ് പറയണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയണമെങ്കിൽ 2 മണിക്കൂർ വേണ്ടേ. 2 മണിക്കൂർ ഞാൻ നിന്നു. 2 മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് അത് ഏത് രാജ്യക്കാരുടെ മധ്യത്തിൽ വെളിപ്പെട്ടാലും അവർക്ക് സമയം ആവശ്യമാണ്. അത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. 6:30 പ്രാർത്ഥന തുറക്കുമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വരുന്നത് 7:30 താൻ സ്തോത്രം. അതെപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം, പക്ഷേ നിർത്തുന്നത് കൃത്യമായി തന്നെ നിർത്തേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇതിന് ദൈവ സാന്നിധ്യത്തിൻ്റെ വില അറിയുന്നവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം ദൈവം മാറ്റിമറിക്കാൻ പോവുകയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് ഈ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, എൻ്റെ ആലയത്തിൽ എത്തുമ്പോൾ എനിക്ക് അവിടെ ദൈവത്തിൻ്റെ മഹാ സാന്നിധ്യം എന്ന് അനുഭവിക്കണം
കുടിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യബോധത്തോടെ ആഗ്രഹിക്കുന്ന ദാഹിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ കൂട്ടത്തിന്റെ മധ്യേ പരിശുദ്ധാത്മാവിന്റെ വലിയ തീജ്വാലകൾ കത്തി ഇറങ്ങാൻ പോവുകയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ നാളുകൾ ദൈവത്തിന്റെ പൈതലെ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു മരുഭൂമിയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ തീരാനുണ്ടോ അതെല്ലാം പ്രസംഗിച്ച് തീർക്കുന്നതാണ് യേശുവിന്റെ സമയം. അതെല്ലാം പറയേണ്ട സമയമാണ്. അതിന് ഇന്നത്തെ പോലെ മൈക്കും ഇത്തരം പേര് മാത്രമുള്ളൂടെ നിങ്ങൾക്ക് ക്ലിയറായി കേൾക്കാൻ വേണ്ടി എത്രയോ നല്ല സംവിധാനമാണ് മൈക്കൊക്കെ ഉപയോഗിച്ച്. എന്നാൽ യേശു മരുഭൂമിയിലിരുന്ന് പ്രസംഗിക്കുമ്പോൾ മൈക്കുണ്ടോ? എത്രയോ മണിക്കൂറുകൾ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇരുന്ന് പ്രസംഗിച്ചിട്ടാണ് ഇതെല്ലാം പ്രസംഗിച്ച് തീർത്ത് കേൾപ്പിച്ചത്. അതെല്ലാം തീരുന്നത് വരെ ജനം, എല്ലാം പറഞ്ഞു തീരുന്നവരെ ജനം ഇരുന്നു. എന്തുകൊണ്ടാണ് കാര്യം ചോദിച്ചാൽ, ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ മണിക്കൂറുകൾ, ആമേൻ, ദിവസങ്ങളൊന്നും അറിയാൻ കഴിയത്തില്ല. അറിയാൻ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തെ അറിയാൻ പറ്റും, സാന്നിധ്യം അറിയാൻ പറ്റും, ശബ്ദം അറിയാൻ പറ്റും, കൃപയറിയാൻ ഉടംതരകലഘടക. ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവിനോട് പറയാനുള്ളതെല്ലാം അതൊരു യോഗത്തിൽ നടുവിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു യോഗം ക്രമീകരിച്ചിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ട് മീറ്റിങ്ങിലെല്ലാം കൂടെ പ്രസംഗിച്ച് തീർക്കേണ്ട കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ എന്താണ്? ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് എന്നോട് പറയാനുള്ളതെല്ലാം, ഞാൻ കേൾക്കേണ്ടതെല്ലാം, ഞാൻ അറിയേണ്ടതെല്ലാം എനിക്കൊന്ന് അറിയാനായി, ഒന്ന് അനുഭവിക്കാനായി, അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും ദൈവത്തോട്, ദൈവമേ ആ സാന്നിധ്യം എനിക്കറിയാൻ, ശബ്ദം എനിക്ക് കേൾക്കാൻ, ദൈവം എന്നോട് ഇടപെടുവാനായിട്ട് എത്ര ഉള്ളങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ വന്നിരുന്ന് എഴുന്നേറ്റ് പോയിട്ട് ഒന്നും കിട്ടാനൊന്നുമില്ല. സാന്നിധ്യം ശബ്ദമായി, ശക്തിയായി, സൗഖ്യമായി, വിടുതലായി ഇവിടെ അതെല്ലാം നടക്കുകയാണ്. അവൻ അവരുടെ രോഗികളെ സൗഖ്യമാക്കി. പറയാനുള്ളതെല്ലാം അവർ കേൾക്കേണ്ടി വന്നു. പറഞ്ഞു തീരാതെ യേശു നിർത്തിയില്ല. അതിന് എത്ര ദിവസമായാലും അങ്ങനെ പറ്റൂ. ഇതിനിടയിൽ ആര് കഴിച്ചു കുടിച്ചു എന്നുള്ളതൊന്നും യേശുവിന് വിഷയമായിരുന്നില്ല. സമയം 10 മണിയായി, ഇനി ഭക്ഷണം കഴിക്കാൻ സമയമായല്ലോ എന്ന് പറഞ്ഞ് ക്യാൻറ്റീൻ ബെല്ലടിച്ചൊന്നുമില്ല. അവിടെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. സാന്നിധ്യത്തിൽ ഏത് വിശപ്പും തീരും, സാന്നിധ്യത്തിൽ ഏത് മടുപ്പും മാറും, സാന്നിധ്യത്തിൽ ഏത് തളർച്ചയും മാറും, ദൈവ സാന്നിധ്യത്തിൽ ഏത് ക്ഷീണിച്ചവനും ജീവൻ പ്രാപിക്കും. അത്ര വിശ്വസിക്കുന്നില്ല. അതിനുവേണ്ടി ആ ഒരു അനുഭവത്തിലേക്കൊന്ന് മടങ്ങി വരുവാനായി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര ഹൃദയങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്? എത്ര പേർ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്? എത്ര പേർ അതിനുവേണ്ടി ദിവസങ്ങൾ മെനക്കെടുന്നില്ലെങ്കിൽ ഇതുപോലെ ഭാരം പിടിച്ചൊരു ജീവിതം, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ ദൈവിക സാന്നിധ്യത്തിൽ ബലവും ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ ഭാരമുള്ള, ഇതുപോലെ ബുദ്ധിമുട്ടുള്ള, ഇതുപോലെ അസ്വസ്ഥ അനുഭവിക്കുന്ന വേറൊരു ജീവിതം കാണത്തില്ല. എന്നാൽ യേശു പറഞ്ഞു, ആടുകൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ആ കൈവെള്ളയിലിരിക്കുന്ന ഒരുത്തനെയും ആരും പിടിച്ചു പറക്കില്ല. ആർക്കും പിടിച്ചു പറക്കാൻ കഴിയാത്ത ആ കൈവെള്ളയിൽ ഇരിക്കുന്ന അനുഭവത്തിന്റെ പേരാണ് സാന്നിധ്യം അറിയുക എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ ഭാഗത്തെ വണങ്ങുന്ന വിശ്വാസം ചെയ്യുന്നു. ജനം 3 ദിവസമായി അല്ലെങ്കിൽ ദിവസങ്ങളിരുന്ന് വചനം കേട്ടു കഴിഞ്ഞ് ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, എന്താണ്? കർത്താവേ, ഈ സ്ഥലം മരുഭൂമിയല്ലോ, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാര് വന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്ന്? ഈ സ്ഥലം ശരിയല്ല. എന്തുകൊണ്ട്? മരുഭൂമിയാണിത്. ഇവിടെ കഴിക്കാനും കുടിക്കാനും കിട്ടുന്ന സ്ഥലമല്ല, ഇവിടെ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് അവരെ വീട്ടിൽ വിട്ടിട്ട് വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയല്ലാതെ ഇടയ്ക്കൊന്നും നടക്കാൻ പോകുന്നില്ല. ഒന്ന് സമയം കഴിഞ്ഞു. എപ്പോഴും നമ്മളൊക്കെ പറയുന്നൊരു വാക്കാണ് സമയം കഴിഞ്ഞു. ഇനി പിന്നെ ഞാൻ പ്രായം കഴിഞ്ഞു, വർഷം കഴിഞ്ഞു, അങ്ങനെ പല കാര്യത്തിൽ നമുക്കങ്ങനെ പറയാനുണ്ടാകും. വിവരം പറഞ്ഞതാണ്, സമയം കഴിഞ്ഞു, ആഹാരം കിട്ടാൻ വേറെ ഒരു വഴിയില്ല, വീടുകളിൽ പോയി ഉണ്ടാക്കി കഴിക്കുകയല്ലാതെ വേറെ യാതൊരു വഴി ഇവിടെ ഇല്ല. അപ്പൊ യേശു എന്താ പറയുന്ന മറുപടി? യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല, അവർ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
എൻ്റെ സന്നദ്ധിയിൽ വന്ന് എൻ്റെ പാതപീഠത്തിലിരുന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ സ്ഥലം ഇരിക്കുന്നവർ അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി എവിടെ പോകണമെന്നാണ്, എവിടെ ചെന്നാലും ഉള്ളതെന്നാണ്, എവിടെ ചെല്ലുമ്പോഴാണ് നടക്കുന്നതെന്നാണ്. എല്ലാവരും പ്രാർത്ഥന എഴുതാണ്. ഹല്ലേലൂയ. എൻ്റെ പാതപീഠത്തിൽ വീണ് കിടക്കുന്ന, എൻ്റെ മുഖം അന്വേഷിക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ സാന്നിധ്യം അറിയുന്ന, എൻ്റെ വചനത്തെ ആവോളം ഭക്ഷിച്ച് അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവര് അവര് എവിടെ പോയാണ് പ്രശ്നം പരിഹരിക്കുന്നത്, എവിടെ പോയാണ് വിശപ്പടക്കുന്നത്, എവിടെ പോയൊരു കാര്യം നടക്കുന്നത്, അവർക്ക് വേറെ എവിടെയും പോകണ്ട. അവിടെ എല്ലാ പ്രശ്നവും ഇവിടെ തീരും, എല്ലാം ഇവിടെ നടക്കും, ഇവിടെ അതെല്ലാം പരിഹരിക്കപ്പെടും. ശ്വസിക്കുന്ന സഹോദരന്മാരെ, ഈ പ്രാർത്ഥനാലയത്തിൽ, ഈ പാദപീഠത്തിൽ, ഈ ദൈവസന്നദ്ധിയിൽ, വചനത്തിനു മുമ്പിൽ, ദൈവത്തിൻ്റെ ശബ്ദത്തിനു മുമ്പിൽ, ദൈവസാന്നിധ്യത്തിനു മുമ്പിൽ തീരാത്ത, പരിഹരിക്കാൻ കഴിയാത്ത, തുറക്കാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത ഒരു കാര്യമില്ല. അതെല്ലാം നടത്തുവാനായി ദൈവം മതിയായവനാണ്. ആ വാക്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അവര് പോകേണ്ട ആവശ്യമില്ല, അവര് പോകേണ്ട ആവശ്യമില്ല. അവരുടെ എവിടെ പോകണ്ട, എന്തുകൊണ്ടാണ് പോകേണ്ടത് പറയുന്നത്? ആമേൻ. എന്നാ ചെയ്യാനാണെന്നുള്ള ചിന്ത പറയുന്ന സ്ഥലമല്ലിത്. ഞാൻ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് കൈയൊടിയ സ്ഥലമല്ല ഇത്. എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥലമല്ല ഇത്. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടോടുത്ത് സ്ഥിതി പറയുന്നു. എന്നാ ചെയ്യാനാണ്, സമയം പോയല്ലോ, ഞാൻ വിചാരിച്ചില്ല ഇത്രയും നീണ്ടുപോകുമെന്ന്. ഒരു കാര്യം ചെയ്ത് വേഗം വിടെന്നല്ല. ഇവിടെ അവര് ഇരുന്നെങ്കിൽ, ആമേൻ, ഈ ശബ്ദം അവർ കേട്ടെങ്കിൽ, ഈ സാന്നിധ്യം അവർ അനുഭവിച്ചെങ്കിൽ, ഈ മുഖം അവർ നോക്കിയെങ്കിൽ അവരുടെ എല്ലാ പ്രശ്നവും ഇവിടെ തന്നെ തീരുന്നതാണ്. എത്ര പേര് ഹൃദയത്തിൽ ഉടഞ്ഞാൽ കിടക വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരുടെ സ്ഥിതികളെ ദൈവം മാറ്റുവാൻ മതിയായവനാണ്. എന്നാൽ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ, ആത്മീയ അന്തരീക്ഷമില്ലെങ്കിൽ, ആണ് രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ ന്യായാധിപന്മാരുള്ള സ്ഥലം, ന്യായപാലനം നടക്കുന്ന സ്ഥലം, അപ്പത്തിൻ്റെ ഭവനം, ദൈവത്തിൻ്റെ ജനം, ദൈവത്തിനെല്ലാം ദൈവികമായിരുന്നു. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങളാൽ അപ്പം നിന്ന് പോയെങ്കിൽ, ആഹാരം നിന്ന് പോയെങ്കിൽ, ക്ഷാമം നേരിട്ടെങ്കിൽ, ചുമ്മാ അങ്ങനെ സംഭവിക്കാറില്ല. ദൈവം ആകാശം അടയ്ക്കുന്നെങ്കിൽ, മഴ നിൽക്കുന്നെങ്കിൽ, ധാന്യമില്ലെങ്കിൽ, വിതയും കൊയ്ത്തുമില്ലെങ്കിൽ, അതിൻ്റെ പിന്നിൽ ജനത്തിന് അവിടെ പാപ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ചില കളിയുണ്ട്. വെറുതെ ഒന്നും അപ്പം നിൽക്കത്തില്ല, നിന്റെ കലത്തിലെ മാവ് തീരുകയില്ല, നിന്റെ ഭരണിയിൽ എണ്ണ കുറയത്തില്ല. അങ്ങനെ കുറഞ്ഞെങ്കിൽ ഹല്ലേലൂയ, ക്ഷാമം ഒരു വടിയായി, ഒരു വാളായി, ആമേൻ, ഹല്ലേലൂയ, ശിക്ഷയായിട്ടാണ് പലപ്പോഴും വെളിപ്പെട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്ഷാമം നേരിട്ട് ജനം ഞെരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ, ആമേൻ, സ്ഥലം ദൈവസന്നിധിയാണ്, ദൈവത്തിൻ്റെ, ആമേൻ, സ്ഥലമാണ്, ന്യായാധിപന്മാരുള്ള സ്ഥലമാണ്, ന്യായപാലനം നടക്കുന്ന സ്ഥലമാണ്. ആമേൻ. ഇതെല്ലാം നോക്കുമ്പോൾ എങ്ങും പോയിട്ട് കാര്യമില്ല. നിലനിൽക്കേണ്ടത്, പിടിച്ചു നിൽക്കേണ്ടത്, ഉണരേണ്ടത്, ആമേൻ, ശരിയാകേണ്ടത്, യഥാസ്ഥാനപ്പെടേണ്ടത് എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെയാണ് ശരിയാകേണ്ടത്, ഇവിടെയാണ് മടങ്ങി വരേണ്ടത്, ഇവിടെയാണ് മാറ്റം വരേണ്ടത്. പക്ഷേ ഒരു കുടുംബം പറയുകയാണ്, ഞങ്ങളിവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെയൊന്നും ഇവിടെ നിന്നിട്ട് എന്നെ കാണിക്കണ്ട, ഞങ്ങളങ്ങ് പോവുകയാണ്. ദൈവിക പ്രശ്ന പരിഹാരം നടത്തി ശരിയായി, ആമേൻ, ക്ഷാമം മാറി, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കേണ്ട സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ സാന്നിധ്യത്തിൻ്റെ മേഖല വിട്ട് ഒരു കുടുംബം നേരെ പോയത് എങ്ങോട്ടാണ്? അനുഗ്രഹത്തിന് നേരെ എതിരൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ശാപം. ശാപനാണെങ്കിൽ ഇവര് വിട്ടുപോയ സ്ഥലം അതാണ്. അവിടെ ചെല്ലുന്ന എളുപ്പമുള്ള വഴിയല്ല അവർ യാത്ര ചെയ്ത് അവരവിടെ ചെന്നു. അതാണ് ശോധന ചെയ്യുന്ന ദൈവത്തെ മാറ്റിവെച്ച്, ആത്മീയം മാറ്റിവെച്ച്, നിലനിൽപ്പിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, താൽക്കാലിക പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അവർ പോയ സ്ഥലത്ത് ദൈവമില്ല, ദൈവസാന്നിധ്യമില്ല, അനുഗ്രഹമില്ല, നന്മയില്ല, പ്രതീക്ഷിക്കാൻ യാതൊരു വകയില്ലാത്ത ഒരു നിർജ്ജനമായ മരുഭൂമി. എന്താണ്? ആ മരുഭൂമിയിൽ ശാപമാണ്. ആ സ്ഥലത്ത് ദൈവമില്ലാത്ത സ്ഥലമാണ്. അവിടെ ചെന്നു. ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ എലീമേലേക്ക് മരിച്ചു. അപ്പോൾ അവരൊക്കെ സമാധാനിച്ചു. അച്ചായം പോയാൽ എൻ്റെ പിള്ളേരുണ്ടല്ലോ, പിന്മാറ്റ ഈ നമ്മുടെ ആൾക്കാർ ഈ
അഭിഷേകം പ്രാപിക്കാത്തവര് സമാധാനിക്കുന്നത് പോലെ. അഭിഷേകം പ്രാപിക്കാത്തവർ സമാധാനിക്കുന്നത്, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, ഞാൻ മാത്രമല്ലല്ലോ, ജോർജ് കുടിച്ചാൻ പ്രാപിച്ചിട്ടില്ല, പൗലോക്കുഞ്ഞിച്ചാൻ പ്രാപിച്ചിട്ടില്ല, ചിന്നമാൻറ്റി പ്രാപിച്ചിട്ടില്ല. അഭിഷേകം പ്രാപിക്കാത്തവരുടെ അസോസിയേഷൻ ഉണ്ടാക്കിയതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നവരുണ്ട്. പിന്മാറ്റക്കാരും അങ്ങനെയാണ്, ഞാൻ മാത്രമല്ലല്ലോ, അവർ പിന്മാറ്റക്കാർ, ഇവരിങ്ങനെ പാസ്റ്റർമാരുടെ മക്കൾ പോലും പിന്മാറ്റത്തിലാണെന്ന് പറഞ്ഞ് ബലപ്പെടുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ സമാധാനിക്കേണ്ടത് അങ്ങനെയാണോ? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇവര് അഭിഷേകം പ്രാപിച്ച് എനിക്കിതുവരെ അഭിഷേകം കിട്ടിയില്ലല്ലോ, കിട്ടാത്തവരുടെ പേര് പറയല്ല, അവർക്ക് കിട്ടിയല്ലോ, ഇവർക്ക് കിട്ടിയല്ലോ, പലർക്കും കിട്ടിയല്ലോ. അപ്പാ, എന്നെ നിന്റെ ആത്മാവിനാൽ എത്രയും വേഗം നിറയ്ക്കണമെന്ന് രാവുകൾ കരഞ്ഞ് നിലവിളിച്ച് അള്ളിപ്പിടിക്കുന്നതിന് പകരം സാരമില്ലെന്ന് പറയുന്നത് ഒരു വലിയ ശാപമാണ്. ഇപ്പത് എലീമേലേക്ക് മരിച്ചപ്പോൾ അവർ വിചാരിച്ചു അച്ചായം പോയാലെന്നാ പിള്ളേരില്ലേ. 8 വർഷം കൊണ്ട് കഴിഞ്ഞ് മൊത്തം 10 വർഷത്തിനിടയ്ക്ക് 3 മരണം ഉണ്ടായ വീട്ടിൽ. ഇപ്പോൾ 3 വിധവമാർ മാത്രമായി. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടം ഒരു ആക്സിഡന്റ് പോലെ ഒറ്റ ദിവസം കൊണ്ടല്ല, കാലങ്ങൾ കൊണ്ടായിരിക്കും നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ ഓരോന്ന് പോയി ഇപ്പോഴത്തെ 3 വിധവമാർ മാത്രമുള്ള ഒരു വീട്. അങ്ങനെ ആയിരിക്കുമ്പോഴും, ആ സാഹചര്യം കഴിയുമ്പോഴും കൃപയാൽ അവരുടെ കാതിലൊരു ശബ്ദം മുഴങ്ങി, നവോമിയുടെ കാതിലൊരു ശബ്ദം മുഴങ്ങി, ദൈവം എന്നുള്ള ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു. അതവിടെ കേൾക്കേണ്ട ഒരു കാര്യമില്ല, കേൾക്കാനൊരു കാര്യമില്ല. ഇന്നത്തെ പോലെ എളുപ്പമൊന്നുമല്ല. ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ്, ഇമെയിലും ഫേസ്ബുക്കും വാട്സാപ്പും സംഭവങ്ങളൊന്നുമില്ല. പോസ്റ്റ് ഓഫീസും പോസ്റ്റ്മാനും ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അറിയാൻ വേറെ വഴികൾ ഒത്തിരി ദൂരെയാണ് അവർ പോയിട്ടുള്ളത്, തൊട്ടടുത്തൊന്നുമല്ല പോയേക്കുന്നത്. അതറിയാനുള്ള വഴികളൊന്നുമില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഒരു കരുണയുടെ വലിയ അടയാളമാണ്. ദൈവം നല്ലവനാണെന്ന് തെളിയിക്കുന്ന ഒരു വലിയ അടയാളമാണ്. മടങ്ങി വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചന ദൈവം നൽകി. ദൈവം നല്ല ജനത്തെ സന്ദർശിച്ചു, ആഹാരം നൽകിയെന്ന് അറിയാൻ വേണ്ടി ഒരു അവസരം നീ കൊടുത്തു. അറിവ് നിന്നെ ഉണർത്തിയാൽ ആ അറിവ് നിന്നെ മടക്കി വരും. അതുകൊണ്ട് വിചാരിക്കുക, ഇനിയിപ്പോൾ എന്നാ പോകാൻ, എല്ലാം പോയില്ലേ, കെട്ടിയവനും പോയി, പിള്ളേരും പോയി, എല്ലാം നശിച്ചു, ഇനി നാണം കെട്ട് അവിടെ ചെന്ന് നാട്ടുകാരുടെ ആട്ടുകൂടെ കൊള്ളു നിന്തിനാ, നാണം കെട്ട് നിന്തിനാ എന്ന് പറഞ്ഞിരിക്കുകയല്ല. പിന്നെ എന്ത് ചെയ്തു? ശക്തമായി ആമേൻ നഷ്ടപ്പെട്ടു പോയ ദൈവസാന്നിധ്യത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് ഇനിയുള്ള ശേഷിപ്പെങ്കിലും ജീവിതം ശരിയാക്കാൻ വേണ്ടി ആമേൻ ആ പട്ടണം വിട്ട് യാത്ര തിരിച്ചപ്പോൾ ആമേൻ കൂടെ 2 മരുമക്കളും വന്നു. വഴിമധ്യേ വെച്ച് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനൊന്നും വഴിയില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഓർപ്പ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ചും വെച്ച് പിരിഞ്ഞു. രൂത്ത് പോയില്ല. രൂത്ത് എന്തുകൊണ്ട് പോയില്ലെന്ന് ചോദിച്ചാൽ, ശാപനാട്ടിൽ കഴിയുമ്പോൾ അമ്മായിയപ്പൻ്റെയും അല്ലെങ്കിൽ അമ്മായിയമ്മയുടെയും ഭർത്താവിൻ്റെ ഒക്കെ ചില വാക്കുകളിലൂടെ ബേത്ലഹേമിനെ കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്, ആ നാടിനെ കുറിച്ച് അവൾ അറിഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ന്യായാധിപന്മാരെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, ആ ദൈവത്തെക്കുറിച്ച് അവൾ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ദൈവത്തെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ ഉള്ളിൽ വന്നപ്പോൾ അവൾക്ക് തോന്നിയത്, ഞാൻ ഏത് ശാപനാട്ടുകാരിയാണെങ്കിലും ഏത് അന്യജാതിക്കാരിയാണെങ്കിലും ഒരു വെളിച്ചമില്ലാത്തവളാണെങ്കിലും ഈ വെളിച്ചത്തിലേക്ക് ചെന്നാൽ കൈവിടാത്തൊരു ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. നമുക്ക് തിരിച്ചറിവുണ്ടായി. അവൾ പറഞ്ഞ വാക്കിതാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം. എൻ്റെ ദൈവം എന്ന് എങ്ങനെ പറയാൻ ധൈര്യം കിട്ടി? അതാണ് ആ ഒരു വാക്ക് മുഴക്കിയെങ്കിൽ ആമേൻ യഥാസ്ഥാനപ്പെടുന്നതിൻ്റെ അടയാളമായി അവൾ, അല്ലെങ്കിൽ മടങ്ങി ഒരാൾ രക്ഷപ്പെടുന്നതിൻ്റെ അടയാളമായി പറഞ്ഞു. റോഡിൽ നിന്ന് അലറി വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ദേശം എൻ്റെ ദേശം. ഇതെങ്ങനെ ഈ ധൈര്യം കിട്ടുന്നത്? ഇതെങ്ങനെ പറയാൻ പറ്റും? അവൾക്ക് ധൈര്യം കിട്ടി. അവൾ പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ദേശം എൻ്റെ ദേശം. നീ മരിക്കുന്നിടത്തെ ഞാനും മരിക്കൂ, മരണത്താലേ ഞാൻ പിരിയൂ. ആ തീരുമാനം വഴിമധ്യത്തിൽ വെച്ച് ഒരു ജാതീയ സ്ത്രീ അലറി വിളിച്ചപ്പോൾ അവിടെ മേൽ ദൈവത്തിൻ്റെ കരുണയും കടാക്ഷവും ഇറങ്ങി വന്നു. എത്ര വിശ്വസിക്കുന്നില്ല? തീരുമാനത്തോടെ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർ. ഇപ്പം എന്താഗ്രഹിച്ച ഇതൊക്കെ പറഞ്ഞവള്? അവൾ വിചാരിച്ചത് എങ്ങനെയെങ്കിലും അവിടെ പോയി അവിടുത്തെ നാട്ടുകാരിങ്ങനെ പെറുക്കി തിന്നാൻ അനുവദിക്കുന്നവരാണ്, അങ്ങനെയാണെങ്കിൽ പാടത്തും പറമ്പിലൊക്കെ നടന്നാൽ എന്തെങ്കിലുമൊക്കെ പെറുക്കാൻ കിട്ടും
എന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്നാലും അവിടെ ജീവിക്കാം, എവിടെയെങ്കിലും കിടക്കാം, എന്തെങ്കിലും കഴിക്കാം, ജീവിക്കാമെന്നൊരു പ്രതീക്ഷയോടെ വന്നേ. പക്ഷെ തീരുമാനം അങ്ങനത്തെ തീരുമാനമല്ല. പെറുക്കി തിന്നാവുന്ന ഒരു നിലവാരത്തുള്ള തീരുമാനമല്ല അവൾ പറഞ്ഞത്. അവൾ പറഞ്ഞത് മുഴുലോകത്തിനുടയവനായ ദൈവത്തെ നോക്കി നടുറോഡിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം. ആ ജീവൻ അവളിൽ വ്യാപരിച്ച നിമിഷം മുതൽ ജീവിതത്തിന്റെ അഡ്രസ് മാറി, സ്ഥിതികൾ മാറി. നിന്നെ പെറുക്കി തിന്ന് ആ നാട്ടിൽ കിടന്ന് ഏതെങ്കിലും കോണിൽ കിടന്ന് അലഞ്ഞ് അവസാനിക്കാനല്ല, നിന്റെ ചരിത്രം നീ മാറ്റാൻ പോവുകയാണ്. ആമേൻ. എത്ര വിശ്വസിക്കുന്നുണ്ട്? നീ ആ ദൈവ സാന്നിധ്യത്തെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങി നീ സ്വീകരിച്ച് കൈപ്പറ്റിയെങ്കിൽ നീ പെറുക്കി 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 ജീവിതകാലം മുഴുവൻ നടക്കുകയല്ല. നിന്നെ ചില വായിലിലേക്ക് ദൈവം കൊണ്ടുപോകും. നീ ചില വായിലിൽ എത്തിപ്പെടും. ചില നീ ജീവിതത്തിൽ ചിലത് കൈപ്പറ്റാൻ പോവുകയാണ്. സ്വോത്രം സ്വോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഉടം തര പോലെ കിടക്കുക, നിനക്കല കിടക, അണ്ടലാരി കിടക. ആമേ. ഓർപ്പ ചുമ്മാ ചുംബിച്ച് പിരിഞ്ഞപ്പോൾ നിനക്കും പോകാമായിരുന്നു, പോയില്ല. അമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ പോയായിരുന്നു, അവൾ പോയില്ല. അവൾ പറഞ്ഞു, ഞാൻ പോവില്ല, എനിക്ക് ജീവനുള്ള ദൈവത്തെ വേണം. അവളത് ആഗ്രഹിച്ചെങ്കിൽ അവൾക്കത് നൽകാൻ ദൈവം മതിയായവനാണ്. ആ തീരുമാനമെടുത്തവൾ ജീവിതകാലം മുഴുവൻ പെറുക്കി പെറുക്കി കഴിയുകയല്ല. സ്വതന്ത്രെങ്കിൽ അവിടെ ജീവിതത്തിന്റെ മേൽവിലാസം ദൈവം മാറ്റുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ചൂടാമല്ല കിടക ഉള്ളിനുള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ, വീരത്തോടെ, എരിവോടെ, ആവേശത്തോടെ എത്ര പേർക്ക് ഒന്ന് വിളിച്ചു പറയാനായിട്ട് പറ്റും? ഹല്ലേലൂയ. ഉള്ളവന്ന് ഉണർത്താൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? കിടക ഒരു ചടങ്ങായി ശീലിച്ച രീതിയിൽ ക്ഷാമയെ കടന്ന് പോകുവാനല്ല. എൻ്റെ ദൈവം ജീവിക്കുന്നെന്ന്, എൻ്റെ ദൈവത്തെ ഞാൻ ഏറ്റെടുക്കുന്നെന്ന്, എൻ്റെ ദൈവത്തിനായി ഞാൻ ജീവിക്കുമെന്ന് ഉള്ളിൽ പറയാൻ പറ്റും. സാന്നിധ്യം കൊണ്ട് മാറ്റങ്ങൾ വരുന്ന കാര്യം ഞാൻ പറഞ്ഞ് എനിക്ക് താൻ ശോധന ചെയ്യുന്നു. രൂത്തിന്റെ പേര് യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ വന്നു കയറി. പെറുക്കി തിന്നാൻ വന്നവളെ യേശുവിന്റെ മെല്ലിയമ്മച്ചിയാക്കി മാറ്റുന്ന ലെവലിലേക്ക് മാറ്റാൻ തീരുമാനങ്ങൾക്ക് ശക്തിയുണ്ട്, ദൈവ സാന്നിധ്യത്തിന് ശക്തിയുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് ആവശ്യത്തോടെ ഇതിലൂടെ കർത്താവ് പറഞ്ഞത്, എൻ്റെ മുഖം, ഞാൻ എൻ്റെ ഒരു ചിന്ത ദൂത് പറയുകയാണ്. എൻ്റെ വാതിലൂടത്തിൽ വന്നിരുന്ന് ഈ വചനമെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞ് വിടുകയല്ല, അവരിവിടെ ഇരുന്ന് കഴിക്കും. വേറെ കാര്യം പറയുകയാണ്, നിങ്ങളെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും, അല്ലെ നിങ്ങൾ അവർക്ക് കൊടുക്കും. അവർ പറഞ്ഞ് ഞങ്ങളെങ്ങനെ കഴിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. കഥ പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല, നിങ്ങളെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും, നിങ്ങൾ കൊടുക്കും, നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ആമേ കഴിക്കും, അവരിവിടെ ഇരിക്കും, ഇവിടെ ഇരുന്ന് കഴിക്കും. അതിൻ്റെ ഒരു ദൂതിൻ്റെ ഭാഷ ഞാൻ പറയുകയാണ്. ഇരുന്നത് യേശുവിൻ്റെ മുഖത്ത് നോക്കിയാണെങ്കിൽ, ആമേ കേട്ടത് ദൈവശബ്ദമാണെങ്കിൽ, അറിഞ്ഞത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സന്ദേശമാണെങ്കിൽ, ഇനിയുള്ള ജീവിതം അലയാനല്ല, ആമേ ഓടി നടക്കാനല്ല, ആമേ ആശ്രയമില്ലാത്തവനായിരിക്കാനല്ല. നിനക്ക് വേണ്ടി കരുതുന്നവനുണ്ട്, നിന്നെ അറിയുന്നവനുണ്ട്, നിന്റെ വിശപ്പ് അറിയുന്നവനുണ്ട്, നിന്റെ വേദന അറിയുന്നവനുണ്ട്, നിന്റെ രോഗം മനസ്സിലാക്കി സൗഖ്യമാക്കുന്നവനുണ്ട്. ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ സന്ധിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കാം. ആമേ. ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ കൊടുക്കണം. അവർ ഞങ്ങളതിന് കൊടുക്കാനാ, നിങ്ങൾ തന്നെ കൊടുക്കും. എൻ്റെ ദൂതൻ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഇന്നലെ അന്ത്രയോസാരോ പറഞ്ഞു, ഒരു 5 അപ്പവും 2 മീനും കൈവശം എന്നുള്ളൂ. ഇത്രയും പേർക്ക് കത്തുമേശ കൊടുക്കുന്ന പോലെ നുള്ളി കൊടുത്താൽ പോലും 50 പേർക്ക് കൊടുക്കാനില്ല. ഇനി മീൻ എല്ലാവരെയും മണപ്പിച്ചാൽ മതിയെ പോലും ഒരു 10 പേര് 100 പേര് മണത്ത് കഴിയുമ്പോഴത്തേക്ക് മൂക്കിൽ മുള്ളു കുത്തി കയറും. എന്താ? അത്രയേ ഉള്ളൂ, അതത്രയേ ഉള്ളൂ. കഥാക്ഷേത്രം. എന്നാൽ അതത്രയേ ഉള്ളെങ്കിലും അതിനെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്നവനകത്തുണ്ടല്ലോ. സ്വതന്ത്രം. ഉടനെ പറഞ്ഞു, അതും കൊണ്ടുവരാൻ പറഞ്ഞു. അത് അവിടുത്തെ ഒരു ബാലകൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അഞ്ചപ്പനുണ്ട് വീട് നമ്മൾ കാണുന്നത്. എൻ്റെ അമ്മ അവൻ യോഗത്തിന് പോയപ്പോൾ കൊടുത്തു വിട്ടതാണ്. അവനവിടെ ഇരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. എല്ലാവരും നിരുന്ന് കണ്ടപ്പോൾ ഒരുപക്ഷെ അവന് സൗഖ്യം വിടുതലൊക്കെ കിട്ടിക്കാണുന്നു. ഈശ്വരയെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കാര്യമല്ലല്ലോ, എല്ലാം കൂടി ചിന്തിക്കുമല്ലോ. ഞാൻ ഓർത്തിട്ടുണ്ട്, നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ
ഒരു മനുഷ്യൻ പോലും കാണാതെ കഴിക്കാനുള്ള കൃപ നമുക്കുണ്ട്. പണ്ട് ഞാനൊരു പാസ്റ്ററേയും കൊണ്ട് ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പുള്ളി പറഞ്ഞ് ഭയങ്കര അസിഡിറ്റിയാണ്, എന്തെങ്കിലും കഴിക്കണം പെട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഒന്നും ഇങ്ങനെ കിട്ടാൻ പറ്റുന്ന സ്ഥലങ്ങൾ കടകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമില്ല. പിന്നെ ഒരു കടയിൽ കയറി ഒരു സോഡയും കുടിച്ചു, പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ച് പൊട്ടിച്ച് അതിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ 2-3 വിശ്വാസികൾ കുടുംബത്തോടെ വന്നു. പ്രൈസലോട് പാസ് എന്ന് പറഞ്ഞു. വിശ്വാസികൾ മുമ്പിൽ വെച്ച് റോഡിൽ വെച്ച് ബിസ്ക്കറ്റ് തിന്നാൻ പറ്റാത്തതുകൊണ്ട് അത് പുള്ള തോൾ സഞ്ചിക്കകത്തേക്ക് കേട്ടിട്ടു. അപ്പോൾ അവരും ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് വരുന്നവരായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ തന്നെയും കൂടി. അപ്പോൾ അവർ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെ ബിസ്ക്കറ്റ് തിന്നും. അങ്ങനെ യോഗ സ്ഥലത്ത് വന്ന ഒരു ഫ്ലാറ്റിൽ വെച്ചാണ് മീറ്റിങ്. ഒരു മുറി, ചെറിയ മുറിയാണ്, ഒത്തിരി ഇരിക്കാനും സൗകര്യമുള്ള മുറിയൊന്നുമില്ല. പെട്ടെന്ന് ഫ്രണ്ടിൽ വന്നിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിലിരുന്നു, വിശ്വാസികളുടെ മുമ്പിൽ വന്നിങ്ങനെ ഇരുന്നല്ലോ. വിശ്വാസികൾ ഇങ്ങനെ നമ്മുടെ നേരെ നോക്കിയിരിക്കുമല്ലേ. അപ്പം അത് പാസ് പറഞ്ഞപ്പോൾ കർത്താദാസൻ ജോണിക്കുട്ടി പാസ് പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. പ്രസംഗിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ഈ ദേവദാസൻ ഈ തോൾ സഞ്ചിക്കകത്തിട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ബിസ്ക്കറ്റ് ഓരോ പകുതി പീസാക്കി ഇങ്ങനെ അകത്തോടെ ഇങ്ങനെ ഇടയ്ക്കിടെ കൈയൊക്കെ ഇങ്ങനെ പൊക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ദൂത് കേട്ടിട്ട് സ്പർശിച്ചിട്ട് കൈ പൊങ്ങുന്നതെന്നാ. ബിസ്ക്കറ്റ് മുകളിലോട്ട് പോയതാണ് ഈ കൈ പോയതിൻ്റെ. വിശ്വാസികൾ പോലും അറിയാതെ, ഒരു മനുഷ്യൻ കാണാതെ ഫ്രണ്ടിലിരുന്ന ബിസ്ക്കറ്റ് മുഴുവൻ പുള്ളി അടിച്ച്. അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മുറിയിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ ബിസ്ക്കറ്റിങ് എടുക്കാൻ പറഞ്ഞപ്പോൾ കുറച്ച് പൊടിയും ഒരു പേപ്പറും മാത്രം ചാടി വന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, ജനത്തിൻ്റെ മുൻപിൽ യോഗത്തിനിരുന്ന് അടിച്ച് വീശി കൊടുക്കാൻ കൃപയുള്ളവരുണ്ട്. എന്നിട്ട് ഈ കൊച്ചൻ കഴിക്കാതിരുന്ന എൻ്റെ കാര്യം വിശക്കാഞ്ഞിട്ടാണല്ലോ. അവനൊരു കരുതലുള്ളവനാണ്. അവൻ്റെ മനസ്സ് മറ്റൊരാളെക്കുറിച്ച് ചിന്തയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞു കാണും യേശുപ്പച്ചന് കൊടുക്കാൻ അങ്ങനെ പറഞ്ഞു വിട്ടതാണ്. അന്ത്രയോസ് അത് മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ദൈവത്തിന് കൈമാറിയെങ്കിൽ ഇനി അത് നിൻ്റേതല്ല, ദൈവത്തിൻ്റേതാണെങ്കിൽ, ഹല്ലേലൂയ, നിൻ്റെ കയ്യിലിരിക്കുമ്പോൾ 5 അപ്പം മാത്രമായി നിൻ്റെ ആവശ്യത്തിന് മാത്രം പോലും തികയാത്തതാണെങ്കിൽ ദൈവത്തിന് കൈമാറി കഴിയുമ്പോൾ നിൻ്റെ ആവശ്യങ്ങളെക്കാൾ 1000ങ്ങളുടെ ആവശ്യങ്ങൾക്ക് മതിയായതാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഒരാളുടെ ആവശ്യത്തിന് പോലും ഉപകരിക്കാത്തതിനെ ആമേൻ 5000 പുരുഷന്മാർ കഴിഞ്ഞ് സ്ത്രീകൾക്ക് കൂടെ ആവശ്യത്തിനുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ സാന്നിധ്യത്തിന്റെ വില എത്ര വലുതാണ്! ദൈവസാന്നിധ്യം എത്ര വലുതാണ്! ദൈവശക്തി എത്ര വലുതാണ്! ഉടംതല പോലെ കിടക്കുന്നതിന് സുന്ദരാതി കിടക. ആമേൻ. ഇപ്പോൾ എന്താണ് സ്ഥലത്തിന്റെ പേര്? മരുഭൂമി എന്നല്ല. എൻ്റെ ഭാഷ പറഞ്ഞപ്പോൾ സ്ഥലത്ത് മരുഭൂമിയല്ല. ഇപ്പോൾ പന്തിയായി ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വിരുന്നുശാലയായി മാറി. മരുഭൂമിയെ ആമേൻ മലർവാടിയാക്കുന്ന, വിരുന്നുശാലയാക്കുന്ന, ഉദ്യാനമാക്കുന്ന അന്തരകര കിടക്കുന്നതിന് കിടക. ഒരാൾക്കുള്ള ആഹാരം കൊണ്ട് 1000കണക്കിന് ആളുകളുടെ വിശപ്പിനെ അവയെ തീർത്തെടുക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വന്നത് 12 കൊട്ട നിറച്ചെടുത്ത് ഓരോ ഉദ്ദേശിമാരുടെ തലയിൽ ഓരോ കൊട്ട പിടിച്ചു വെച്ച് കൊടുക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ മഹാ അത്ഭുതം മരുഭൂമിയിൽ വെളിപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്ന ഒരേ ഒരു കാര്യമാണ്, ദൈവ സാന്നിധ്യം ഒരാൾ അനുഭവിക്കുമ്പോൾ, ശബ്ദം കേൾക്കാൻ തുടങ്ങുമ്പോൾ, വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ, ആത്മാവ് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ അത് നമ്മൾ പറയുന്നിടത്തൊന്നും നിൽക്കത്തില്ല. സ്വത്രം എല്ലാവരും നിൽപ്പിച്ചു കൊടുത്താണ്. ഉടവല കിടക്കുന്നതിന വൈശ്വരാതി കിടക്കുന്നതിനിയാ അന്തരമല കിടക്കുന്നതിനിയാ. എല്ലാ കൃത്യങ്ങളും ദിവസങ്ങളിൽ ഒരുക്കി അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉടംതരമല കിടക്കുന്നതിന് കിടക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, അതാണ് ശോധന. ആ ജനം മുഴുവൻ ആഹാരം കഴിച്ചു കഴിഞ്ഞ് 12 കൊട്ട നിറച്ചെടുത്തു, ഉദ്ദേശിമാരുടെ തലയിലേക്ക് വെച്ച് കൊടുത്തു. അതാണ് ശോധന. അത് കഴിഞ്ഞ് അവരോട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ആമേൻ, അക്കരയ്ക്ക് പോകാൻ. ഹല്ലേലൂയ. കൊട്ട നിറയെ നന്മയാണെങ്കിലും ആ നന്മ അതുപോലെ സുരക്ഷിതമായി അനുഭവിക്കാനൊന്നും കഴിയാത്ത ഒരു കഠിനവേറിയ പരിശോധനയിലേക്കാണ് അവരെ കർത്താവ് കടത്തിവിട്ടത്. അപ്പോൾ അടിച്ച് അപ്പോൾ നിന്ന് ഇരിക്കാനല്ല, അത് കൊട്ടക്കണക്കിനുണ്ടെങ്കിലും അടുത്തത് ഒന്ന് കഴിഞ്ഞ് ഒരു കാര്യം കഴിയുമ്പോൾ വേറൊന്ന്, അത് കഴിയുമ്പോൾ വേറൊന്ന്, മാറി മാറി അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന അനുഭവങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ നടക്കുകയല്ല. എല്ലാം ഒരു നിലവിളിയോടുകൂടിയാണ്. ഒരത്ഭുതം കഴിഞ്ഞ് ആമേൻ ഒരു നന്മയും സന്തോഷമുണ്ടെങ്കിൽ അടുത്തതൊരു നിലവിളിയാണ്. ആ നിലവിളി കഴിഞ്ഞാൽ വീണ്ടും ആമേൻ, അത് കഴിയുമ്പോൾ ഒരു വലിയ അത്ഭുതമാണ്. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു നിലവിളിയാണ്.
എല്ലാ കണ്ണുമടച്ചാണ്, എല്ലാ ഹൃദയം ഒരുക്കി ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ശാന്തമായി ദൈവത്തിൻ്റെ ശക്തി എത്ര പേര് ആമേൻ അനുഭവിക്കുന്നു. മോശയെ ദൈവം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തെങ്കിൽ എല്ലാം തീർന്നെന്ന് വിചാരിച്ച് ഞാങ്ങനെ പെട്ടിക്കകത്താക്കി ആമേൻ അലിയ നീല നദിയിൽ കൊണ്ടിട്ടു. ആ വെള്ളം അവനെ തീർക്കുമില്ലായ്മ ചെയ്ത് അവസാനിപ്പിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ നിന്ന് ഫറവോന്റെ പുത്രിയെ കൊണ്ടുവന്ന് ദൈവം അത് വലിച്ചെടുപ്പിച്ചെങ്കിൽ പിൻകാലത്ത് ദൈവന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തെന്ന് പറഞ്ഞതിന് പേരിട്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ശോധന ചെയ്യുന്നു. പിന്നെ പിൻകാലത്ത് ദൈവം കൊടുത്ത അധികാരത്തിന് വടിയുമായി വരുമ്പോൾ ഏത് വെള്ളത്തെയും നേരിടാൻ അവൻ നദിയെ അടിച്ചപ്പോൾ രക്തമായി മാറി. വെള്ളം കൊണ്ട് ഏത് നദിയിൽ ജനത്തെ കുഞ്ഞുങ്ങളെ മുക്കിക്കൊന്നോ മോശയെ മുക്കിക്കൊല്ലാൻ തോന്നിയ അതേ നദിയെ ഇപ്പോൾ അവൻ്റെ ഒരു വാക്കിന് മുമ്പിൽ, ശബ്ദത്തിന് മുമ്പിൽ അവൻ അടിച്ച വടി കൊണ്ടടിച്ചപ്പോൾ ആമേൻ അത് രക്തമാക്കി മാറ്റുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയ സ്ഥലത്ത് നിന്നെ ഉപയോഗിച്ച് അതിൻ്റെ രൂപം മാറ്റാൻ, അതിൻ്റെ സ്ഥിതി മാറ്റുവാൻ, അതിൻ്റെ ലെവല് മാറ്റുവാൻ. പിന്നീട് ഈ മോശയെ കൊണ്ട് വലിയ ചെങ്കടല്, വെള്ളത്തിന്റെ കളി, ചെങ്കടലിനെ പിളർത്താനായി ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, സോദരറിയ ദൈവമുണ്ടെങ്കിൽ, ആത്മാവുണ്ടെങ്കിൽ, അധികാരത്തിന്റെ വഴി നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവം ഏൽപ്പിച്ചതിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ മേൽ ചെങ്കടൽ വഴി മാറുകയാണ്. ശ്വസിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലേലൂയ. ചെങ്കടലിനെ പിളർത്തിയത് മാത്രമല്ല, പിള്ളേരെ കൊല്ലാൻ തീരുമാനിച്ച ഫറവോനെ അവന്റെ സൈന്യത്തെയും അതേ വെള്ളത്തിലിട്ട് മോശ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ചുടന്തന പല കിടക്കുന്നതിന് കിടക. ശ്വസിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലേലൂയ. മോശയെ ഉപയോഗിച്ച്, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത മോശയെ ഉപയോഗിച്ച് ഫറവോനെ അവന്റെ സൈന്യത്തെയും വെള്ളത്തിൽ തന്നെ മുക്കി. വെള്ളത്തിൽ കൂടെ എല്ലാം ഒഴുകി നടക്കത്തക്ക രീതിയിൽ വെള്ളം കൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അധികാരത്തിന് കൈമാറ്റമാണ് മോശയ്ക്കുണ്ടായത്. അടകര ഘടകത്തിന് പിന്നത്തേതിൽ പാറയടിച്ചാൽ വെള്ളം പുറപ്പെടും. ഹല്ലേലൂയ. പിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ശക്തി അത് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ആരും മൗനമായിരിക്കുന്നത് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാമോ? ആമേൻ. നശിപ്പിക്കാൻ തീരുമാനിച്ച അതേ വെള്ളത്തെ പോലും പിൻകാലത്ത് ആ സൈന്യത്തെ മുക്കാൻ അധികാരം കിട്ടിയവനായി ആളുമാറി വരുന്ന ഒരു ലെവലിലേക്ക് ദൈവത്തിന് നടത്താൻ കഴിഞ്ഞെങ്കിൽ നിന്റെ മരുഭൂമിയെ ആമേൻ മരണത്തിൻ്റെ വായെ അടച്ച് ആമേൻ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവനെ ഉപയോഗിച്ച് ചെങ്കടൽ പിളർത്തി, ചെങ്കടലിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഫറവോനെ മുക്കിക്കൊല്ലുന്ന ഒരു അത്ഭുത മാറ്റങ്ങളിലേക്ക് ദൈവം നടത്തി. ഹല്ലേലൂയ ആമേൻ. യോർദാനിൽ പെട്ടകമേന്തി പുരോഹിതന്മാരുടെ കാലുകൾ ചവിട്ടിയാൽ മതി, അത് വഴിമാറി തരും. ഹല്ലേലൂയ. വെള്ളത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാരാക്കി ദൈവം മാറ്റിയെങ്കിൽ നീ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, നീ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ, നീ അനുഭവിക്കുന്ന ഘട്ടങ്ങൾ, ഇന്ന് നിന്നെ ഞെരുക്കിക്കൊണ്ട വിഷയത്തിന്മേൽ അതിനെ ജയിക്കാൻ കഴിയുന്ന ഒരു പ്രതി അധികാരം ദൈവം തരാൻ പോവുകയാണ്. എല്ലാ കണ്ണുമടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാൽ ദൈവ സാന്നിധ്യം ഉണ്ടായാൽ മതി. യോസേപ്പിനോട് കൂടെ യഹോവ ഇരുന്നതിനാൽ അവൻ കൃതാർത്ഥനായി. സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂലങ്ങൾ, അവൻ കണ്ട സ്വപ്നത്തിൻ്റെ പേരിൽ അവൻ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ, പക്ഷേ ഈ സ്വപ്നം കൊണ്ട് അവൻ നശിച്ചു പോയില്ല. സ്വപ്നം കൊണ്ട് രാജ്യങ്ങളെ ഉദ്ധരിക്കുന്ന ഒരു അത്ഭുത മനുഷ്യനായി ദൈവനെ മാറ്റി. ഞാൻ സ്വപ്നം കണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്കിതെല്ലാം വന്നല്ലോ, ഞാൻ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വഴിമാറിയല്ലോ എന്ന് പറയുകയല്ല. പിന്നെയോ സ്വപ്നം കണ്ട് അതിൻ്റെ പേരിൽ രാജ്യങ്ങൾക്ക് ഗുണം വരുന്ന ഒരു ശേഖരണമുള്ളവനാക്കി ദൈവനെ ഉയർത്തിയെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മരുഭൂമിയെ ഒരത്ഭുതമാക്കി മാറ്റുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും സ്വാതന്ത്ര്യം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദിവസത്തിൽ തങ്ങളെ സമർപ്പിച്ചാട്ടെ. എല്ലാ മടുപ്പും ഇന്ന് രാത്രി ഒന്ന് മാറ്റിയാട്ടെ. എല്ലാ ക്ഷീണങ്ങളും ഇന്ന് രാത്രിയിൽ മാറി, എല്ലാ ശൂന്യതകളും ഇന്ന് രാത്രിയിൽ മാറി.
ജനം കിടക്കുക എല്ലാ ഭയങ്ങളും ഇന്ന് രാത്രി ഒന്ന് മാറ്റി ദൈവസന്നിധിയിലെ ഹൃദയം ഒന്നൊരുക്കി ഒരു നിമിഷം എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാണ്. ആരും മൗനമായിരിക്കാതെ എല്ലാവരും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് കിടക്കുക. സ്വപ്നം നിന്നെ നശിപ്പിക്കാനുള്ളതല്ല. സ്വപ്നത്തിൻ്റെ പേരിൽ കുറെ കഷ്ടങ്ങളുണ്ടായി. സ്വപ്നത്തിൻ്റെ പേരിൽ നീ രാജ്യത്തൊരു വലിയ മനുഷ്യനായി തീരുന്ന കാലം വരാൻ പോവുകയാണ്. ദൈവസ്ഥിതി മാറ്റാൻ പോവുകയാണ്. സ്വത്രം എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ആരും മൗനമാനിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ ഇടപെടുകയാണ്. കഴിഞ്ഞ നാളുകളായി അണ്ടരാറുകളെ മുന്നോട്ട് വിടാൻ കഴിയാത്ത ജീവിതത്തിൽ വലിയ വടംവലി നടക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി നാലാമത്തിൽ കടലിൻ്റെ മീതെ കടന്നു വന്ന് നടപ്പല്ലെന്ന് പറഞ്ഞ കാര്യത്തെ നടപ്പാക്കി തീർക്കുന്ന ഒരു വലിയ ദൈവിക മഹത്വം നിന്റെ കണ്ണാൽ നീ കാണുവാൻ പോകുകയാൽ എത്ര പേരൊന്ന് ഉണരാനായിട്ട് മനസ്സൊന്ന് ഒരുക്കാൻ ചൂടാവാൻ ജുഡം തന്നെ വല കിടക്കുന്ന വലതിരികല കിടക്കുന്ന വലതിരികല കിടക്കുന്ന ആര് കിടക അണ്ടല വല തുനികല കിടക ശീമാല് കിടക്കച്ചു. എല്ലാവരും സമർപ്പിച്ചാണ്. എല്ലാവരും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഈ പട്ടണത്തിൽ ഒരു വലിയ കൊയ്ത്തിന്റെ കാലം. ദൈവാത്മാവ് പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി. താഴ്വരയിൽ അസ്ഥികൾ ബന്ധപ്പെട്ട് കിടന്ന് അസ്ഥികൾ ചേർന്ന് ഞരമ്പ് വന്ന് തൊക്ക് വന്ന് മാംസം വന്ന് ഒരു സൈന്യമായി എഴുന്നേറ്റതുപോലെ ഇതിന്റെ നടുവിൽ നിന്ന് ശക്തനായി വീര്യമുള്ള എരിവുള്ള കൃപയുടെയും കൃപാവരങ്ങളുടെയും വലിയ നിറവുള്ള വീര്യമുള്ള പുതിയൊരു തലമുറ. കഴിഞ്ഞകാലങ്ങളിൽ പലതും മങ്ങിയും മയങ്ങിയും അടുത്തും ക്ഷീണിച്ചു ജുഡര് കിടക്കുന്ന ജ്വലിച്ചവർ പലരും, ജ്വലിച്ചു നിന്നവർ ജ്വലിച്ചവർ പലരും ജുഡര് കിടക്കുക ഒരു ശീലവും രീതിയും ശൈലിയുമാക്കി ഒതുക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാ പറയുന്ന ഒരു സൈന്യം എഴുന്നേക്കുന്ന പോലെ കഴിഞ്ഞകാലങ്ങളിൽ മൂടിവെച്ച മടക്കി വെച്ച മതിയാക്കി വെച്ച അടക്കി വെച്ച ചിലതെല്ലാം വീണ്ടും നിവർത്തുന്ന ജ്വരതരികലകിടക്ക് ഇതുവരെ ഇനി നടക്കാൻ പോകാത്ത രീതിയിൽ ഒതുക്കി വെച്ച വലതിനൊരു പുതിയ ചരിത്രമുണ്ടാകുന്ന ലെവലിലേക്ക് ദൈവം തന്നെ ജനത്തെ ഉയർത്താൻ പോവുകയാണ്. ഒരു വലിയ ആത്മപകർച്ചയിലേക്ക് ദൈവം നയിക്കാൻ പോവുകയാണ്. ഈ ആലയത്തിൽ ദൈവസന്നിധി ദൈവത്തിന്റെ മക്കൾ വലിയ ആത്മീയ സാന്നിധ്യ ദൈവിക സാന്നിധ്യത്തിന്റെ നദി പൊട്ടി പുറപ്പെടുന്ന ഒരു ഉണർവ് വായിക്കപ്പെടുന്ന ഒരു വലിയ ചൈതന്യം ഉണ്ടാകുന്ന ഒരു വലിയ കുത്തൊഴുക്കുണ്ടാകുന്ന ഇതുവരെ കാണാത്ത ഇതുവരെ ഓർക്കാത്ത ഒരു സമയത്ത് പൊട്ടിപ്പുറപ്പെട്ടത് നിന്നുപോയത് കുറഞ്ഞു പോയത് വീണ്ടും ഒരു പുതിയ ലെവലിലേക്ക് പുതിയ അനുഭവത്തിലേക്ക് ഒരു കോണിൽ നിന്ന് ഒരു നദി പൊട്ടിപ്പുറപ്പെടുന്ന പോലെ ജനങ്ങൾ ഉണർത്തപ്പെടുന്ന ഒരു നദി ഒഴുകിയിറങ്ങുന്നത് പോലത്തെ വലിയ ദൈവപ്രവൃത്തി ഈ ആലയത്തിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തോടൊന്ന് സ്വാതന്ത്ര്യം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ മക്കളെല്ലാവരെയും കരങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്നെ അത്ഭുത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്നെ ആണിപ്പെടുന്ന കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ. ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തന്റെ സഹ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയ്ക്ക് വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ആത്മീയ മാറ്റത്തിലേക്ക്, ഒരു വലിയ ആത്മീയ ഉണർവിലേക്ക്, ഒരു വലിയ ആത്മീയ എഴുന്നേൽപ്പിലേക്ക്
നീ നടത്തേണ്ടതിനായി കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വത്രം യേശു നാമത്തിൽ തന്നെ അവസരം നൽകിയ പാസ്റ്ററോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കുന്നു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഒരിക്കൽ കൂടെ വലിയ ദൈവശബ്ദം നമ്മുടെ നിലയും വിലയും അറിയുന്ന കർത്താവ് ഈ രാത്രികാലം നമ്മോട് സംസാരിച്ചു. മരുഭൂമിയിൽ യേശു ഉണ്ടെന്നറിഞ്ഞപ്പോൾ വളരെ പുരുഷാരം കാൽനടയായി വന്നു ചേരുകയാണ്. യേശു ഉള്ളിടത്ത്, ദൈവ സാന്നിധ്യമുള്ളിടത്ത് ദൈവമേ ജനം വന്നു ചേരും. വന്നു ചേരുന്ന ജനം വെറുതെ പോകുകയില്ല. വിശപ്പോടവരെ അയക്കുകയില്ല. രോഗിയായി അവര് കടന്നു പോകുകയില്ല. സൗഖ്യമായി മടങ്ങിപ്പോകും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമുള്ളിടത്ത് ദൈവജനം വിടുവിക്കപ്പെടും. ദൈവ സാന്നിധ്യം ദാഹിച്ച ജനത്തെയാണ് ദൈവം എങ്ങനെ അയച്ചത്? നിറഞ്ഞ അനുഭവത്തോടെ അയച്ചത്, വിടുതലോടെ അയച്ചത്. അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യത്തിനായൊരു ദാഹം എത്ര പേർക്കുണ്ട്? വിശപ്പുള്ളവരെയാണ് കർത്താവ് നിറയ്ക്കുന്നത്. വിശപ്പോടെ ദൈവമേ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവരെ നിറയ്ക്കുവാൻ ഈ രാത്രികാലവും ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അഭിഷക്തനിലൂടെ ദൈവിക ദൂതുകൾ കേട്ടല്ലോ. ആമേൻ. നമ്മൾ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. വന്ന് ചേർന്ന രണ്ട് ദൈവദാസന്മാരെയും കർത്താവ് പകലും രാത്രി ശക്തിയോട് ഉപയോഗിച്ചു. ആമേൻ. നമുക്ക് നൽകി തന്ന നല്ല വചനത്തിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പിന്നെയും ശക്തമായി ദാസന്മാരെ ദൈവം ഉപയോഗിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്ന് വന്നു ചേർന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഉപവസിക്കുന്ന ദൈവജനത്തെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ വന്നു ചേരുന്ന ദൈവദാസൻ തക്ക സമയത്ത് എത്തിച്ചേരണം. നാളെയും വലിയ വിടുതലുകൾ ദൈവം നമുക്ക് നൽകി തരണം. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ സഭയ്ക്ക്, കുടുംബങ്ങൾക്ക്, ദേശത്തിന്, ഈ ഹല്ലേലൂയ തിരുവനന്തപുരം പട്ടണത്തിന് ഒരു വിടുതലായി മാറട്ടെ. ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ നമുക്ക് ഒരുമിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയെ പിന്നെയും വന്ന് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകണം. ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങളെയും ഓർത്ത് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്ത് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം അപ്പച്ച, സ്തോത്രം അപ്പച്ച. ഇന്ന് കേട്ട ദൂതുകളെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ദൈവവചനം സംസാരിച്ച ബഹുമാന്യ അഭിഷക്തന്മാർക്ക് സഭയുടെ പേരുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ബഹുമാന്യ പാസ്റ്റർ മേവരീസ് അവരുകൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഈ മീറ്റിംഗ് ആശീർവാദത്തോടുകൂടി അവസാനിപ്പിക്കും. കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ജീവിതത്തിൽ പറ്റുന്ന തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നില്ല എങ്കിൽ തെറ്റ് മറ്റൊരു തെറ്റിലേക്ക് വലിച്ചുകൊണ്ടു. ഹെരോദാവ് ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞുപേക്ഷിക്കാൻ മനസ്സില്ലാതെ വന്നപ്പോൾ അത് മറ്റൊരു വലിയ തെറ്റിലേക്ക് അവനെ കൊണ്ടുപോയി. ദാവീദ് ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാൻ, അനുദപിപ്പാൻ മനസ്സില്ലാതെ വന്നപ്പോൾ അത് മറ്റൊരു വലിയ തെറ്റിലേക്ക് അവനെ വലിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാൻ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ഇരുളിന്റെ ശക്തികളുടെ മേൽ നമുക്ക് ജയമെടുക്കുവാൻ സാധിക്കും. ഇത് മരുഭൂമിയല്ലോ എന്ന് പറഞ്ഞ ശിഷ്യന്മാർ ഭയന്ന് നിൽക്കുമ്പോൾ കർത്താവ് മരുഭൂമിയെ ഉദ്യാനമാക്കി മാറ്റി. മരുഭൂമിയെ മലർവാടിയാക്കുന്നവൻ നമ്മുടെ കർത്താവാ. അവന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തൊരു നിമിഷം നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങളെ ഉദ്യാനമാക്കി മാറ്റുവാൻ കഴിവുള്ളവൻ, മലർവാടിയാക്കി മാറ്റുവാൻ കഴിവുള്ളവൻ. ഇത് മരുഭൂമിയല്ലോ എന്ന് ശിഷ്യന്മാർ പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ പച്ച പുൽമേടുകളാക്കി മാറ്റി. ആമേൻ. ആ പച്ച പുൽമേടുകളിൽ ജനത്തെ ഇരുത്തി
അവർക്ക് ആഹാരത്തെ കൊടുപ്പിച്ച ദൈവം. ആ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ സ്ഥിതിക്ക് അവൻ മാറ്റം വരുത്തുന്നവനാ. യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യത്തക്കവണ്ണം അവൻ തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവൻ. ആ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ രാത്രിക്കായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഉപവാസത്തിന്റെ 3-ാമത്തെ സെഷനിൽ കർത്താവേ, തിരുപാദപീഠത്തിങ്കൽ അടുത്തു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. നാഥാ, സഭയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടുതലിന്റെ കരം അവിടുന്ന് നീട്ടുമാറാകണമേ നാഥ. മരുഭൂമിയുടെ അനുഭവങ്ങൾ, വരണ്ട അവസ്ഥകൾ ആമിൻ അനുഭവിക്കുമ്പോൾ ആ വരൾച്ചകളെ മാറ്റുന്ന വലിയവനായ ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തുതിക്കുന്ന കർത്താവേ, ഇരുളിന്റെ ശക്തികളുടെ മേൽ ആമിൻ ജയമെടുത്ത് നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയുടെ കരം ഞങ്ങളുടെ ഓരോരുത്തരുടെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവേ, ഇന്ന് പകലും രാത്രിയിലും അവിടുത്തെ വചനം ആധികാരികമായി ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്മാർക്കായി സ്തോത്രം. അവരുടെ മടക്കയാത്രയിലും സാന്നിധ്യം കൂടിയിരിക്കും. ദൈവദൂതന്മാരെ കാവലാക്കിക്കൊള്ളും. അങ്ങയുടെ വരവിന് താമസമെങ്കിൽ നാളെ നടക്കേണ്ട മീറ്റിങ്ങുകളെ നീ അനുഗ്രഹിക്കും. എത്തിച്ചേരേണ്ട അവിടുത്തെ വിലയേറിയ ദാസൻ എത്തിച്ചേരുവാൻ നാഥാ നീ സഹായിക്കും. നിന്റെ ജനത്തെ കരങ്ങളിൽ സമർപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടുതലിന്റെ കരം നീട്ടുന്ന നാഥനെ അനുഗ്രഹം പ്രാപിച്ച് നിൽക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചാട്ട്. ദൈവദൂതന്മാരെ എല്ലാവർക്കും കാവലാക്കിക്കൊള്ളും. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ 2ാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, ആമീൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ കൃത്യം 11 മണിക്ക് നമ്മുടെ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കടന്നു വരിക. സ്തോത്രം.